കടകളെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളെ എങ്ങനെ ഒരു ബ്രാഞ്ച് ആക്കി മാറ്റാം ഒരു കോൺസെപ്റ്റില്. അപ്പോ എങ്ങനെ വന്നാലും എല്ലാ കടകളിലും കുറച്ച് എക്സസ് ക്യാഷ് എപ്പോഴും ഉണ്ടാവും. അവർക്ക് ഒന്നെങ്കിൽ ലോൺ അടയ്ക്കാൻ ബാങ്കിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ബാങ്കിൽ പോകേണ്ടി വരും. അപ്പൊ ആ സ്പെയർ ക്യാഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ തുടക്കത്തിൽ ATM വിഡ്രോവൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള സർവീസസുകൾ ഡിജിറ്റൽ അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് വഴി അങ്ങനെയായിരുന്നു തുടക്കം. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോം സോകാഷ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ വി വർക്ക് ഫോർ ബാങ്ക്സ്, അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് ബാങ്കുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും കസ്റ്റമേഴ്സിന് എന്തായാലും ഫ്രീ ആണ്. ബാങ്കുകൾ കാശ് തരും ട്രാൻസാക്ഷൻ ഫീ ആയിട്ട്. അത് നമ്മൾ കടകൾക്ക് ആയിട്ട് ഷെയർ ചെയ്യും. അപ്പൊ കടകൾക്കും നല്ലതാണ്. എന്താ വെച്ചെങ്കിൽ കൂടുതൽ ആൾക്കാർ വരും, കൂടുതൽ റവന്യൂ വരും. പിന്നെ ഈ ക്യാഷ് ഇപ്പോൾ എൻഡ് ഓഫ് ദ ഡേ എടുത്ത് പിറ്റേ ദിവസം കൊണ്ടുപോയി ബ്രാഞ്ചിലിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഇൻഎഫിഷ്യൻസീസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ റീസണബിളി നല്ല എന്താ പറയുക, നല്ല റെസ്പോൺസ് ആണ്. ബിക്കോസ് ബാങ്കുകൾ ജനറലി they always want to go to a cheaper അല്ലെങ്കിൽ more efficient process. അപ്പോൾ ഇവിടെ ഇപ്പോൾ പൊതുവെ ATMs ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ അതിന്റെ റെന്റൽസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ബാങ്കുകൾ ATMസും ബ്രാഞ്ചസും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും കാണാം. സിംഗപ്പൂര് അല്ലാണ്ട് ഇപ്പോ കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ നമ്മൾ ഇന്തോനേഷ്യയും മലേഷ്യയും തൊട്ടടുത്തുള്ള 2 രാജ്യങ്ങളാണ്. അപ്പൊ ഈ 3 കൺട്രീസിലാണ് ഓപ്പറേറ്റ് ചെയ്യണത്. ഇന്ന് ഇപ്പൊ എന്താണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ വിജയൻ സാറാണ് ഗൈഡ് ചെയ്യേണ്ടത് എന്താണ് സംസാരിക്കേണ്ടത്. അപ്പൊ അത് ഞാൻ വിജയൻ സാറിന് വിട്ടുകൊടുക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റാർട്ടപ്പ് നമ്മളൊരു പിന്നെ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിലെ ഒരു ഉദ്യോഗസ്ഥരെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് നമുക്ക് വരാനായിട്ട് എന്തായിരുന്നു മോട്ടിവേഷൻ? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി? എങ്ങനെ അതിന് ഫണ്ടിങ് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റി? ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു അത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ ഒരു ഐഡിയ എന്റെ വൈഫിന്റെ ആണ്. വൈഫും എന്റെ സിറ്റി ബാങ്കിൽ തന്നെ ഒന്ന് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ പുള്ളിക്കാരിയാണ് ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ 2 വലിയ ബാങ്കില് ഞാൻ തന്നെ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 2ാമത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, ഇങ്ങനെ ഈ 50-55 വയസ്സായ വയസ്സന്മാരുടെ മുമ്പില് ഈ സാധനം കൊണ്ടുപോയി അവരെ കൺവിൻസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ പുള്ളിക്കാരി എഞ്ചിനീയറിംഗ് നോക്കിക്കോളാം, എന്നെ ഇതിലേക്ക് വലിക്കാണ്ടായി. അപ്പൊ മോട്ടിവേഷൻ ആയിരുന്നില്ല, ഭാര്യ പറഞ്ഞുകൊണ്ട് ജോയിൻ ചെയ്തതാണ്. അതാണ് എന്റെ സത്യം. പക്ഷെ അതിന് ഒരു കുറച്ചും കൂടി നമ്മളൊരു സീരിയസ് ആയി നോക്കുവാണെങ്കിൽ, ഇപ്പൊ പ്ലാൻ എന്തായിരുന്നു വെച്ചെങ്കിൽ, ഇപ്പോ നമ്മുടെ ഒരു ഇൻകം വെച്ചിട്ട് ഒരുവിധം ഓടിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അതൊരു സെൽഫ് സഫീഷ്യന്റ് ആവുമ്പോ മുഴുവനായിട്ടും മാറാൻ തന്നെയായിരുന്നു. എന്താ വെച്ചെങ്കിൽ നമ്മളിപ്പോ ഓപ്പർച്യൂണിറ്റി സൈസ് നോക്കുമ്പോൾ ഈ ബാങ്കിങ് ഏരിയയില് ഈ ക്യാഷ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഈ നമ്മളിപ്പോ ട്രക്കിലോ അല്ലെങ്കിൽ വാനിലോ ഈ ക്യാഷ് ഒരു പോയിന്റ് കറൻസി ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുപോകല്, ഇതൊക്കെ എല്ലാ രാജ്യങ്ങളിലും നടക്കണ എന്ന് പറഞ്ഞൊരു നെസസറി ഈവിളാണ്. അത് വളരെ എക്സ്പെൻസീവ് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദോസ് ഏരിയാസ് വേർ നമ്മൾ എന്തൊക്കെ ചെയ്താലും ടെക്നോളജി യൂസ് ഇല്ല. നമ്മളിപ്പോ വാളറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ മാർക്കറ്റിലുണ്ട്, എന്നാലും ക്യാഷ് ഇൻ സർക്കുലേഷൻ എല്ലായിടത്തും കൂടുകയാണ്, അല്ലെങ്കിൽ ATMന്റെ ക്യൂ എല്ലായിടത്തും കൂടുകയാണ്. അതേമാതിരി റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കടകളും കച്ചവടവും എങ്ങനെ വന്നാലും അത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ ഫ്രം ആൻ ഓപ്പർച്യൂണിറ്റി പെർസ്പെക്റ്റീവ് ഇറ്റ് വാസ് സംതിങ് റിയലി ബിഗ്. അപ്പോ ഞാൻ മാത്രമല്ല, പക്ഷെ എന്റെ കൂടെ വർക്ക് ചെയ്ത 3-4 ആൾക്കാരും കൂടിയിട്ട് ഞങ്ങൾക്ക് സോ വി ലുക്ക്ഡ് അറ്റ് ഒരു 3 കൊല്ലം അല്ലെങ്കിൽ ഒരു 4 കൊല്ലം അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താവും പൊട്ടൻഷ്യൽ ഔട്ട്കം എന്നുള്ളൊരു ഒരു ആലോചന. നമ്മളിപ്പോ ജോലി വിട്ടിട്ട് ഇതിലേക്ക് കടക്കുന്ന അത് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു മിക്കവാറും പറ്റാത്തൊരു ഡിസിഷനാണ്. പക്ഷെ നമ്മളൊരു 3-4 കൊല്ലം ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ട് എന്താണ് പോസിറ്റീവ് ഔട്ട്കംസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന പറഞ്ഞാൽ ഇതേമാതിരി എടുക്കേണ്ടതാണ്. അപ്പൊ എന്റെ ഒരു കേസിൽ ഞങ്ങൾ ആ ഡിസിഷൻ, ഞാനും എന്റെ വൈഫും ഡിസിഷൻ എടുത്തായിരുന്നു. കുറച്ചായിട്ട് ഇങ്ങനെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു സർട്ടൻ പോയിന്റില്
നമുക്ക് ഇവിടുത്തെ റെഗുലേറ്റർ, ഇപ്പൊ RBI മാതിരി ഇവിടെ മോണിറ്ററി അതോറിറ്റി ഓഫ് സിംഗപ്പൂർ, അവര് നമുക്ക് അപ്രൂവൽ തന്നു, അവര് തന്നെ കുറെ ഫണ്ടിങ് തന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങള് നോക്കി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വന്നപ്പോഴാണ് ഈ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് അങ്ങോട്ട് മുഴുവനായിട്ട് കയറിയത്. ഫണ്ടിങ് എന്ന് പറഞ്ഞൊരു കാര്യം, അത് ഇപ്പൊ ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ബാങ്ക് ലോണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോട്ടൽ തുടങ്ങണം അല്ലെങ്കിൽ ഒരു ബേക്കറി തുടങ്ങണം, അങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പൊതുവേ നമുക്ക് ബാങ്കിന്റെ എന്തെങ്കിലും ഒരു, നമുക്ക് ഈവൻ ഇഫ് എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്താൽ ലോൺ കിട്ടും. പക്ഷെ ഇങ്ങനത്തെ ഒരു പുതിയ കോൺസെപ്റ്റിൽ ഇത് എക്സ്ട്രീംലി ഹൈ റിസ്ക്, ആരും ചെയ്യാത്തതായതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ സ്വന്തം സേവിങ് വെച്ചിട്ട് ആദ്യം തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെയൊക്കെ ഈ ഗവൺമെന്റിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ കുറെ നമുക്കിപ്പോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ആദ്യം കാശ് ഇടണം, അത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് ഇങ്ങനെയൊക്കെ അപ്ലൈങ്ങളൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ കുറെ ചെയ്തു. പിന്നെ 2017 അവസാനമാകുമ്പോഴാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഒരു വെഞ്ചർ ക്യാപിറ്റൽ, വേർട്ടെക്സ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അത് ഇവിടുത്തെ സോവറിൻ വെൽത്ത് ഫണ്ടിന്റെ VC ആമാണ്. അപ്പൊ അവരുടെ ജോലി തന്നെ ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ അവരുടെ നിന്നാണ് ആദ്യത്തെ ഫണ്ടിങ് എടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മള് ഏകദേശം ഒരു $12 മില്യൺ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ തുടക്കം കുറച്ചായിട്ട് ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾ നമ്മുടെ ഇക്വിറ്റി ഡയല്യൂട്ട് ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനാൻസിങ്ങിന്റെ ഓപ്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഇക്വിറ്റി ഡയല്യൂട്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ. ഈ പിന്നെ സിംഗപ്പൂരില് ആക്ച്വലി ഇന്ന് ലോകത്ത് ഈ പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ലോകത്തിൽ 2ാമത്തെ രാജ്യമായിട്ടാണ് സിംഗപ്പൂർ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊക്കെ സിംഗപ്പൂരിൽ ബിസിനസ് തുടങ്ങാനായിട്ട്, ഇതിനകത്ത് നമ്മുടെ മലയാളികൾ ഇൻവെസ്റ്റേഴ്സിലൊക്കെ ഇരിക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിനകത്ത്. അപ്പൊ ഈ സിംഗപ്പൂർ നമുക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ ഏതൊക്കെ സെക്ടറിലായിരിക്കും സിംഗപ്പൂരിൽ സാധ്യതയുള്ളത്? സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കൊച്ചിയുടെ സൈസേ ഉള്ളൂ. അപ്പോ എന്ന് പറഞ്ഞാൽ അപ്പൊ ചെറിയ സ്ഥലമാണ്. അപ്പോ അധികവും ടെക്നോളജി അല്ലെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ അധികം സർവീസസ് ഇൻഡസ്ട്രിയാണ് ഇവിടുത്തെ ബിസിനസ്. സർവീസസ്, പിന്നെ പെട്രോളിയം, ബാങ്കിങ് ഭയങ്കര എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി മോസ്റ്റ് ഡോമിനന്റ് ഇതാണ്. പിന്നെ വളരെയധികം ഫ്യൂച്ചർ ലുക്കിംഗ് ടെക്നോളജീസ് പ്രൊമോട്ട് ചെയ്യണ ഒരു പോളിസിയാണ് ഗവൺമെന്റ് ഉള്ളത്. അപ്പൊ അതിലിപ്പോ ഫൈനാൻഷ്യൽ ആണെങ്കിലും റെഗുലേഷൻ, ബയോടെക്, അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനത്തെ ഇതിന് പൊതുവെ ആ ഒരു ഈസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞത് ആക്ച്വലി ശരിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അതോറിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് കമ്പനികളെ കൊണ്ടുവരും. അതിപ്പോ അവർക്കിപ്പോ സ്പെസിഫിക് ഇപ്പോ ഇന്ത്യന്നാണോ അങ്ങനെയൊന്നുമില്ല, അവർക്കൊരു ചില ഗോളുകൾ ഉണ്ട്. ഇപ്പൊ നമ്മുടെ പണ്ട് ഈ പ്ലാനിംഗ് കമ്മീഷൻ 5 കൊല്ലം പ്ലാൻ അല്ലെങ്കിൽ 10 കൊല്ലം പ്ലാൻ ചെയ്യുന്ന മാതിരി ഇവിടെ അവരൊരു 3 കൊല്ലം അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ 3, 9 അല്ല 3, 6, 9 ഇങ്ങനെ ഒരു റേഞ്ചിലൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ 9 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ എന്തിനാവും പൊട്ടൻഷ്യൽ. അപ്പൊ അങ്ങനെ പല ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺസും വെച്ചിട്ട് അവർക്ക് അവരുടേതായ പോളിസീസ് ഉണ്ട്. അപ്പോ അവര് വളരെ ഓപ്പൺ ആണ്. അതിപ്പോ ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങാം. അതിലിപ്പോ ലോക്കൽ പാർട്ട്ണർഷിപ്പ് വേണം അങ്ങനത്തെ, അൺലെസ് ഇറ്റ് ഇസ് ഡിഫൻസ്, അങ്ങനത്തതൊന്നുമില്ല. പിന്നെ പേറ്റന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ട്രാൻസ്പാരന്റ് ആണ്. അപ്പൊ പൊതുവെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുവിധം എല്ലാ ടെക്നോളജി സ്റ്റാർട്ടപ്സിന്റെയും അവരുടെ ഇൻകോർപ്പറേറ്റഡ് അല്ലെങ്കിൽ എന്താ പറയാ ഹോൾഡിംഗ് കമ്പനി മിക്കവാറും സിംഗപ്പൂർ ആവും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഡെഫിനറ്റ്ലി ഒരു പ്ലസ് ആണ്. അവർക്ക് വളരെ വെൽക്കമിങ് ആണ്. അതിലിപ്പോ ആൻഡ് അതിന്ന് അവർ പിക്ക് ആൻഡ് ചൂസും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇഫ് ദേ ഫൈൻഡ് സംതിങ്. ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ്, ഇപ്പൊ എന്റെ കൂടെ പഠിച്ച RECയിൽ പഠിച്ചതന്നെ ഞങ്ങൾ എന്റെ ബാച്ചിൽ തന്നെ ഏകദേശം 4 ആൾക്കാര് എന്ന് പറഞ്ഞാൽ റീസെന്റ് അവരിങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ വിളിച്ച് അവര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ടെക്നോളജി ഗവൺമെന്റിന് വളരെ ഇഷ്ടപ്പെട്ട് അതിനൊരു പ്രോസസ് തന്നെ ഉണ്ട്. ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, EDB. അപ്പൊ അങ്ങനത്തെ ഗവൺമെന്റ് സൈറ്റുകളിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള പാത്ത് ഉണ്ട്.
ഇവിടെ അവിടെ തുടങ്ങുന്ന കമ്പനികൾക്ക് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ചില സക്സസ്ഫുൾ വെഞ്ചേഴ്സിന്റെ ഒറിജിനൽ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിംഗപ്പൂരാണ്. അപ്പോൾ തന്നെ സിംഗപ്പൂർ ഗവൺമെന്റ് എന്നിട്ട് അത് ആ കമ്പനി തന്നെ മലയാളി കമ്പനിയാണ്. അതിന്റെ പക്ഷെ ഒറിജിനൽ കമ്പനി സിംഗപ്പൂരും അതിന്റെ ദുബൈയിലൊക്കെ തുടങ്ങാനായിട്ട് ഗവൺമെന്റ് എന്തോ ഒരു ഫണ്ടിങ്ങോ സൗകര്യമോ അതൊക്കെ കൊടുക്കുന്നുണ്ട്. മീൻസ് സിംഗപ്പൂർ ഗവൺമെന്റ്. അത് ശരിയാണ്. അത് രണ്ട് കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം. ഒന്ന്, ഈ ഞാൻ പറഞ്ഞില്ലേ, ഹോൾഡിംഗ് കമ്പനി മിക്കവാറും ടെക്നോളജി കമ്പനീസ് ഹോൾഡിംഗ് കമ്പനി സിംഗപ്പൂർ അല്ലെങ്കിൽ മൊറീഷ്യസ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ വെക്കും. കാരണം എന്താ വെച്ചാൽ ഈ എക്സ്റ്റേണൽ ഫണ്ടിങ്, ഇപ്പൊ വെഞ്ചർ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇങ്ങനത്തെ സാധനങ്ങൾ ഹോൾഡിംഗ് കമ്പനിയിൽ ഇൻവെസ്റ്റേഴ്സും പ്രിഫർ ചെയ്യുന്നത് ഒരു വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ആണ്. ഒന്ന് അത്. രണ്ടാമത്തത്, ഈ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ പ്രകാരം ഈ പ്രാവശ്യം ബഡ്ജറ്റിൽ അത് മാറ്റിനോന്ന് അറിയില്ല, പക്ഷെ ഈവൻ ഏഞ്ചൽ ഫണ്ടിങ്ങില് എന്തോ ഒരു 15% ആയിട്ട് ഒരു ടാക്സ് റിഡക്ഷൻ സോഴ്സ് ആകുന്നുണ്ട് ഇന്ത്യയില്. അപ്പൊ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു 15% ഒക്കെ ഭയങ്കര വലിയ എമൗണ്ട്. അപ്പൊ നമ്മളിപ്പോ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷത്തിന്റെ 15% എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ ചുമ്മാ പറഞ്ഞ ഒരു ടാക്സ് റിഡക്ഷൻ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് കാണും കൂടിയില്ല. പക്ഷെ ഇക്വിറ്റി പോവുകയും ചെയ്യൂല. ആ ഒരു സ്ട്രക്ചറിങ് എഫിഷ്യൻസിക്കാണ് മിക്കവാറും ഇപ്പൊ ഫ്ലിപ്കാർട്ട് ആണെങ്കിലും അമേസോൺ ആണെങ്കിലും എല്ലാവരുടെയും എൻറ്റിറ്റി ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ എൻറ്റിറ്റി സിംഗപ്പൂരാണ്. അപ്പൊ ആ ടാക്സ് റെജീം വളരെ അതുകൊണ്ട് പിന്നെ ഇന്ത്യയിൽ സബ്സിഡറി ആക്കിയിട്ട് ഫണ്ട് ചെയ്താൽ മതിയല്ലോ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ചെറിയൊരു ഇതാണ്, ചെറിയ സ്ഥലമായതുകൊണ്ട് ഗവൺമെന്റിന് എപ്പോഴും അവർക്ക് അറിയാം ഇപ്പൊ ഒരു കമ്പനി ഇവിടെ വെച്ചിട്ട് തന്നെ പ്രോഫിറ്റബിൾ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ സാധ്യത ഇപ്പൊ വലിയ മാർക്കറ്റിൽ ചൈനയിലോ ഇന്ത്യയിലോ ഇന്തോനേഷ്യയിലോ, ഇപ്പൊ ദുബായ് ചെറിയ മാർക്കറ്റാണ്, പക്ഷെ അവിടെയൊക്കെ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ഔട്ട്ലുക്ക് ആണ്, എപ്പോഴും എക്സ്റ്റേണൽ ഔട്ട്ലുക്ക് ആണ്. അപ്പൊ അതിനും ഏകദേശം 70% വരെയുള്ള സബ്സിഡി ചില ആക്ടിവിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ബിസിനസ് ഡെവലപ്മെന്റ് ആണെങ്കിലും ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ചില ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. അതിലിപ്പോ ഇത്ര കൊല്ലം ഓപ്പറേറ്റ് ചെയ്യണം, അതിനൊരു ഇവാലുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ചുമ്മാ കാശ് കിട്ടില്ല. പക്ഷെ ഇപ്പൊ നമുക്കിപ്പോ ഒരു US പോയിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ട്രേഡ് ഷോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇവന്റ് നടത്തണം. അപ്പൊ അതൊക്കെ ബിസിനസ് ഡെവലപ്മെന്റ്, അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടികളാണ്. അപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശൊന്നും കിട്ടില്ല, പക്ഷെ ആ ഒരു ഇപ്പോ ബുക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ ഒരു റെന്റൽ ഫീസ്, അങ്ങനത്തെ പല ഓപ്പറേഷണൽ കോസ്റ്റും നമുക്ക് ക്ലെയിം ചെയ്യാം. ടാക്സ് ഡിഡക്ഷൻ ആണോ ഉദ്ദേശിക്കുന്നത്, അതോ നമുക്ക് ഗവൺമെന്റ് നമ്മുടെ ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിഫയിങ് എക്സ്പെൻസിന്റെ 70% തരും സബ്സിഡി ആയിട്ട്? അത് തിരിച്ചിങ്ങനെ നമുക്ക് അത് പറഞ്ഞാൽ അവർക്ക് അറിയാം എങ്ങനെ വന്നാലും ആ ഒരു കമ്പനി സക്സസ് ആയി കഴിഞ്ഞാൽ അവർക്ക് അത് ഫ്യൂച്ചറിൽ ടാക്സ് വെച്ചിട്ട് അവർക്ക് റീകൂപ്പ് ചെയ്യാലോ. അപ്പൊ ഒരു ഇനീഷ്യൽ ഫേസിൽ വിത്തിൻ എ സർട്ടൻ ലിമിറ്റ്, ഒരു ഗ്രോത്ത് ഫേസിലത്തെ കമ്പനീസ് ആണെങ്കിൽ ഒരു റീസണബ്ലി ഗുഡ് സ്കീമുകൾ ഉണ്ട്. എന്ന് വെച്ചാൽ കാര്യം ഇവിടുത്തെ മാർക്കറ്റ് ചെറുതാണ്. അപ്പോ നമ്മളിപ്പോ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ട് വിൽക്കുക, അല്ലെങ്കിൽ ഇതേ പ്ലാറ്റ്ഫോം US കൊണ്ടുപോയി വിൽക്കുക. അപ്പൊ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സെയിൽസ് സൈക്കിൾ ഉണ്ട്. അപ്പൊ ആ സെയിൽസ് എക്സ്പെൻസസ് ടിപ്പിക്കലി തിരിച്ച് ഗവൺമെന്റ് തരും. പക്ഷെ അത് ഗവൺമെന്റ് ആദ്യമേ ഒന്ന് പാർട്ണർ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് അല്ലേ കിട്ടും സിംഗപ്പൂരില്. പിന്നെ അത് വളരെ ഒരു എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു ഇക്കോണമി എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ഇല്ലല്ലോ, നാച്ചുറൽ റിസോഴ്സസ് ഇല്ല. അപ്പോ ബിസിനസ് വന്നിട്ട് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്തിട്ട് എന്നിട്ട് വേണല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇക്കോണമി മൂവ് ചെയ്യാൻ. അതിപ്പോ ആക്ച്വലി എല്ലായിടത്തും ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രൊമോഷൻസും ഒത്തിരി സ്കീമുകളും ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതൊരു എഫിഷ്യന്റ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ട അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പൊ IT ഇപ്പൊ നാസ്കോമിന്റെ വക കുറെ ഉണ്ട്, IT മിനിസ്ട്രിയുടെ വക കുറെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊരു സ്ട്രക്ചേർഡ് ഇതിലേക്ക് അങ്ങനെ എത്തിക്കൂടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഒരു ഗവർണൻസ് മാതിരി അത് കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സാധാരണക്കാരന് മനസ്സിലാക്കാനുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്.
സിംഗപ്പൂരിൽ നിന്ന് പഠിച്ച എന്തൊക്കെ ലെസൺസ് ആണ് നമ്മുടെ ഈ ആന്ത്രപ്രണേഴ്സിന് ശരിക്കും അവരെ പിന്നെ മാനേജ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ മെച്ചപ്പെടാനായിട്ട് സഹായിക്കുന്ന എന്തൊക്കെ ലെസൺസ് ആണല്ലേ? ലെസൺസ് നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ 2 മാസമാണല്ലോ ഏറ്റവും വലിയ ലെസൺ. ഫണ്ടമെന്റലി ഇപ്പൊ എന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എന്റെ ചെറിയച്ചന്മാരൊക്കെ ബിസിനസ്സിൽ തന്നെയാണ്. പക്ഷെ അച്ഛൻ കാനറ ബാങ്കിലായിരുന്നു. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സിലാണ് വളർന്നത്. അപ്പോ സിംഗപ്പൂർ എന്ന് പറഞ്ഞ ഒരു ആക്സിഡന്റൽ ആയിട്ട് ഇപ്പൊ എന്റെ ആ ഒരു ജോലി വഴി ഇങ്ങനെ എത്തിക്കൂടിയിട്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബോംബെയിലൊക്കെ ഉള്ള സ്പീഡ് തന്നെയാണ്. ഞാൻ നോക്കിയിട്ട് ചിലപ്പോ ബോംബെ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു സ്പീഡ് അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാവില്ലേ, ഏകദേശം എനിക്ക് എന്ന് പറഞ്ഞാൽ ബോംബെ ആണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആ ഒരു ഔട്ട്കമ്മിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ളൊരു ഒരു ഇതില്. പിന്നെ വളരെയധികം എക്സ്പെൻസീവ് സ്ഥലമായതുകൊണ്ട് നമ്മള് ആ ഒരു കോസ്റ്റ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അത് ആക്ച്വലി ടിപ്പിക്കലി ഈ VC ഫണ്ടിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മള് ഇൻവെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ മോഡില് സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആ ഒരു രീതിയിലല്ല പോയി. ഞങ്ങൾ കുറച്ചും കൂടി കൺസർവേറ്റീവ് രീതിയിലാണ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഓടിക്കുന്നത്. അപ്പൊ അത് കാരണം ഈ ഒരു 2 മാസം എന്ന് പറഞ്ഞാൽ ഈ 2 മാസം വളരെ ഇപ്പൊ ഇവിടെയാണല്ലോ, ഇപ്പൊ ചൈന കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയാണല്ലോ ഈ മറ്റേ കോവിഡ് വന്നേ. അപ്പൊ ഇവിടെയാണല്ലോ മറ്റേ റെസ്ട്രിക്ഷൻസും ബാക്കിയുള്ള US ഇന്ത്യനെക്കാട്ടിലൊക്കെ മുമ്പ് തന്നെ ഇവിടെ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ട് ബിസിനസ് ഒക്കെ ഒരുവിധം നല്ലോണം ഡൗൺ ആണ് ഇപ്പൊ. പക്ഷെ നമ്മൾ ആ ഒരു പ്ലാനിങ് വെച്ചിട്ട് പോയ കാരണം എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കാൻ പറ്റും. പിടിച്ചെടുക്കാൻ പറ്റേണ്ടതാണ്, അറിയില്ല ഇനിയിപ്പോ എത്ര കാലം ഉണ്ടാവുമെന്ന്. പക്ഷെ ലേണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ എവറി സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി അതിനോട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ. അപ്പോ പിന്നെ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി അബൌട്ട് ഫൈൻഡിങ് ഗുഡ് ടീംമേറ്റ്സ്. അപ്പൊ നമുക്ക് തന്നെ എല്ലാതും കൂടി ചെയ്യാൻ പറ്റില്ല. അപ്പോ ആ ഒരു സീനിയർ അതും ഇപ്പൊ ഒരുമിച്ച് ഇപ്പൊ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ടീമിനെ ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു പ്രോസസ്സാണ്. പിന്നെ നമുക്കിപ്പോ ഒരു വേവ് ലെങ്ത് ഒക്കെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് റൈറ്റ് ഇൻസെന്റീവ്സിൽ വർക്ക് ചെയ്യാവുന്ന ഒരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മൊമെന്റം ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിടാണ്ട് നോക്കണം. ഞാൻ ഇതുപോലെ പല സ്ഥലത്തും ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട് നോക്കുമ്പോൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള കഴിഞ്ഞും വളരെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കേരളത്തിൽ കാണുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒരു സിംഗപ്പൂരിയൻ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഇടയ്ക്ക് ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് കേരളത്തിൽ കാണുന്ന എന്തെങ്കിലും അഡ്വാൻറ്റേജസ് പറയാനുണ്ടോ? ഇല്ല, അത് എനിക്കിപ്പോ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞ സ്വന്തമായിട്ട് കേരളത്തിൽ ബിസിനസ്സും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് പക്ഷെ ഞാനിപ്പോ ഞങ്ങൾ പറയാം, ഇപ്പൊ ഈ ഒരു ഞങ്ങളിപ്പോ ചെയ്യണ ബിസിനസ് ഐഡിയലി ഇന്ത്യയിലായിരുന്നു നടക്കേണ്ടത്. ഈ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു രാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ ATMന്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഒന്നെങ്കിൽ സാധനം വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അവിടെ കുത്തും കൊലയും കാര്യങ്ങളും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. പക്ഷെ 2016 എനിക്ക് ഓർമ്മയുണ്ട്. 2016 ഇങ്ങനെ ഞങ്ങൾ ഈ ഐഡിയ ഇങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കിയിട്ട് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് സപ്പോർട്ട് ചെയ്തു. മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് പോയിട്ട് 4 ബാങ്കിനോട് പോയി മീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് ഇന്ത്യയിലാണ്, ഡൽഹിയിൽ. ഞാൻ എന്നിട്ട് അവിടെ ഒരാഴ്ച നിന്നതാണ്. എന്നിട്ട് എന്നെ നമ്മളിങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ 4 പബ്ലിക് സെക്ടർ ബാങ്കാണ്, 2 ഇല്ലാണോ അവർ മെർജ് ചെയ്തോളൂ. പക്ഷെ ആ ഒരു റെസ്പോൺസ് അവർ പറഞ്ഞത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെയ്യുന്നിട്ട് നമുക്ക് വന്ന് നോക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ നവംബർ 2016 ഡിമോണിറ്റൈസേഷൻ ഉണ്ടായത്. പക്ഷെ ആ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങനെ എപ്പോഴാണ് നിങ്ങൾ ഇവിടെ ലോഞ്ച് ചെയ്യണേ, അപ്പൊ നമ്മൾ ആദ്യം തിരിച്ചു വന്നു, അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. പക്ഷെ അങ്ങനെ വന്ന് നോക്കുമ്പോൾ RBIന്റെ പ്രശ്നം വന്നു. വേറെ ഇപ്പൊ ഇവിടെ ഉള്ള രീതിയിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടുത്തെ റെഗുലേറ്റർ തന്നെ ഇനീഷ്യലി സപ്പോർട്ട് ചെയ്തിട്ട് എന്താ പറയുക, നിങ്ങൾ ഇവിടെ ചെയ്യൂ, ഇവിടെ പൈലറ്റ് ചെയ്യൂ, നിങ്ങളുടെ റിസ്ക് ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞാൽ ആ ഒരു രീതിയിൽ
അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഓപ്പറേറ്റ് ചെയ്യാൻ വളരെയധികം സിമ്പിൾ ആണ് ഇവിടെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സൈസ് ഓഫ് മാർക്കറ്റ് ഇപ്പൊ ഇന്ത്യ, ചൈന അങ്ങനത്തേതാണല്ലോ. അപ്പൊ സ്റ്റാർട്ട് ഫ്രം നമ്മളൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഫ്രം സിംഗപ്പൂർ, ഒരു 2 കൊല്ലം എങ്ങനെ വന്നാലും പ്രൊഡക്റ്റ്, ടെക്നോളജി ഇത് മൊത്തം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് എക്സ്പാൻഷൻ, ആ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സ്പാൻഷൻ ആണ് നമ്മളിപ്പോ ഇന്തോനേഷ്യയും മലേഷ്യയും ചെയ്തത്. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ വരില്ല. ഈ പറഞ്ഞ RBIന്റെ പ്രശ്നം സോൾവ് അല്ല, അതിന്റെ ഒരു സർക്കുലർ പുറത്തേക്ക് വന്നത് കഴിഞ്ഞ ഫെബ്രുവരി അവസാനം ആകൊണ്ടാണ് ഈ NPCI എന്ന് പറഞ്ഞൊരു NPCI ഉണ്ടല്ലോ, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അവർ 2 കൊല്ലം ഇവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവരൊരു സർക്കുലർ പുറത്തേക്ക് വന്നത്. അപ്പൊ ആ ഒരു ഇപ്പൊ എന്തെങ്കിലും നമ്മളൊരു പുതിയത് ചെയ്യുവാണ്, സ്പെഷ്യലി ബാങ്കിങ് സെക്ടറിൽ ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യ സ്റ്റിൽ എ വെരി ഡിഫിക്കൽട്ട് മാർക്കറ്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് മൈൻഡ് സെറ്റ് ബാങ്കുകൾ ഇപ്പോഴും പിന്നോട്ടാണ്. അതിന്റെയൊക്കെ ഇഫക്റ്റ് ആണ് ഇപ്പോഴും കാണുന്നത്. അവരുടെ NPA പിന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ചേൺ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ ഇന്ത്യയില്. ബാക്കിയുള്ള ഇൻഡസ്ട്രിയെ പറ്റി എനിക്ക് അറിയില്ല, പക്ഷെ ബാങ്കിങ് ഡെഫിനറ്റ്ലി ഈസ് ഗോയിങ് ത്രൂ എ ടഫ് ഫേസ്. ഇപ്പം ഇന്ത്യയിലേക്ക് വരാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ? റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സർക്കുലർ കിട്ടിയല്ലോ, അത് ഫെബ്രുവരിയിൽ കിട്ടി. ഇനിയിപ്പോ നാട്ടിൽ തന്നെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഇനി എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് കേരള ഗവൺമെന്റ് കൂടെ ഇപ്പൊ ഡിസ്കഷനിലാണ്. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ടൊന്നും എല്ലാതും ഈ സാധനം ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് സംസാരിക്കാന്നുള്ളൊരു മോഡലാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട്. ഇപ്പൊ കേരള ബാങ്ക് എന്ന് പറഞ്ഞൊരു പുതിയ ബാങ്ക് പിന്നെ ഗവൺമെന്റ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്, കോഓപ്പറേറ്റീവ് ബാങ്കിനെ എല്ലാം ലയിപ്പിച്ചുകൊണ്ട്. അപ്പോ ബേസിക്കലി അതൊരു ഡെഫിനറ്റ്ലി ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ അതല്ലാണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ആ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഒരുവിധം ശരിയായ കാരണം ബാക്കിയുള്ള ഇപ്പൊ NBFCസും അങ്ങനെ ആ ഒരു നല്ല പൈപ്പ് ലൈൻ ഇപ്പോ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു എന്താ പറയാ, ആ ഒരു സർക്കുലറിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യണ ഒരു ആറ്റിറ്റ്യൂഡ് അതിപ്പോ ബാങ്കുകൾക്ക് ഇപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് ഇപ്പൊ റെഗുലേറ്ററോട് ചോദിക്കാവുന്നുള്ളൂ. പക്ഷെ ആ ഒരു മോഡൽ നമ്മളവിടെ കണ്ടിട്ടില്ല. ബാങ്കുകൾ ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് എടുത്തില്ല അവിടെ. ബാങ്കുകൾക്ക് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞപ്പോ ഒരു 3 കൊല്ലം നോക്കുവാണെങ്കിൽ ഇപ്പൊ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണെങ്കിലും ഇപ്പൊ വലിയ ICICIന്റെയും ഇപ്പൊ ആക്സിസിന്റെയും അവരുടെ CEO ഒക്കെ മാറി, മാനേജ്മെന്റ് ചേഞ്ച്, SBIന്റെ മാനേജ്മെന്റ് ചേഞ്ച്, പിന്നെ എല്ലാ നോൺ പെർഫോമിംഗ് അസറ്റ്സ് കൂടുകയാണ്. അപ്പൊ അവരുടെയൊക്കെ പ്രയോറിറ്റി വേറെ ആണല്ലോ. ആ ഒരു സ്റ്റെബിലൈസേഷൻ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ടാവുന്നതാണ് എന്റെ ഒരു ധാരണ. അല്ല, ഇപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ക്രൈസിസ് വന്നത് NPA കൂടിയതിൽ നിന്നും നമുക്ക് തുടങ്ങിയൊരു സംഭവമാണ് ഇത്ര ഇവിടെ വന്നത്. ഇതിപ്പോ ഈ ലെവലിലായപ്പോ തന്നെ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ടുണ്ടോ അതോ നമ്മള് മാർക്കറ്റില്? ഇല്ല, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ഒരു കോമ്പറ്റീറ്റർ ഇപ്പൊ ഫോൺ പേ എന്ന് പറഞ്ഞ അവര് ഇപ്പൊ ഒരു സർവീസ് ഇതേമാതിരി സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. ആൻഡ് കോമ്പറ്റീഷൻ ഇസ് ഓൾസോ വാലിഡേഷൻ. അതിലിപ്പോ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോ തുടക്കത്തില് വളരെ ന്യൂ ആയി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോ ഓരോ കൺട്രിയിലും ഓരോ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ബാങ്കുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നോക്കലും അതൊരു ഫാക്ട് ഓഫ് ലൈഫ് ആണല്ലോ. പക്ഷെ ഫ്രം അവർ പെർസ്പെക്ടീവ് മാർക്കറ്റ് ഇസ് ബിഗ് ഇനഫ്. നമ്മുടെ ഒരു എക്സിക്യൂഷൻ അധികം തെറ്റുകൾ ചെയ്യാണ്ട് മുന്നോട്ട് പോവാന്നുള്ളൊരു ഐഡിയയിലാണ്. നമുക്കിപ്പോ എല്ലാ മാർക്കറ്റും എല്ലായിടത്തും നടത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അങ്ങനെ ഇന്ത്യ ആണോ വിൽ ഗിവ് us better returns now or whether it's മലേഷ്യ അല്ലെങ്കിൽ ഇന്തോനേഷ്യ. ആ ഒരു പ്രയോറിറ്റൈസേഷൻ പ്രോസസ് നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര റിസോഴ്സ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ആലോചിക്കാൻ കൂടിയും പറ്റില്ല. ഞാൻ വേണമെങ്കിൽ തൃശ്ശൂർ വേണമെങ്കിൽ ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എറണാകുളത്ത് മാക്സിമം വേണമെങ്കിൽ ലോഞ്ച് ചെയ്യാം. അപ്പോ ആ ഒരു എവല്യൂഷൻ ആണല്ലോ. കാരണം ഇത് വലിയ ഹ്യൂജ് മാർക്കറ്റ് ആയതുകൊണ്ടുള്ള ഒരു സംഭവം അല്ലേ? അതെ, അതിപ്പോ നമ്മളിപ്പോ Paytm അല്ലെങ്കിൽ ഏതൊക്കെ ആണെങ്കിൽ അവര് തുടക്കത്തില് ഒരു സ്ഥലത്ത് പെർഫെക്റ്റ് ചെയ്യാൻ നോക്കില്ല ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പാൻഷൻ. ഇപ്പൊ സ്വിഗ്ഗി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ആവശ്യമുള്ള ആൾക്കാരെ എടുക്കാൻ പറ്റില്ല. അപ്പോ നമ്മുടെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ
ഒരു സാധനം ശരിയാക്കി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ എല്ലാതും ഉണ്ട്. ഇപ്പൊ UPI ഉണ്ട്, പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ബാങ്കുകളുണ്ട്. പക്ഷെ അതിലേക്ക് അങ്ങോട്ട് കടക്കണമെങ്കിൽ ഇൻഫാക്ട് എന്റെ ഒറിജിനൽ നാട് വടക്കാഞ്ചേരിയാണ്. അപ്പൊ വടക്കാഞ്ചേരി തൃശ്ശൂരിൽ നിന്ന് ഒരു 10-18 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പൊ അവിടുത്തെ വ്യാപാരി വ്യവസായി അസോസിയേഷന്റെ കൂടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അവിടെ ആദ്യം ലോഞ്ച് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അത് ഇവിടെ ഇവിടെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ സൂം മീറ്റിംഗ് എടുത്ത ഒരു 10-600 ഷോപ്പുകൾ വരുന്ന, പ്രത്യേകിച്ച് ഈ ഹോം അപ്ലയൻസസിന്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അവർ ഒരു ഗ്രൂപ്പായിട്ട് അവർ അവരുമായിട്ട് ഞാൻ വേണമെന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ഒരു പിന്നെ 10-600 ഷോപ്സുമായിട്ട് നന്നായിട്ട് റൺ ചെയ്യുന്ന ഷോപ്സ് ആണ് മിക്കവാറും. ഈ TV, ഫ്രിഡ്ജ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന പിന്നെ അങ്ങനത്തെ കടകളുടെ അവരുടെ ഒരു ഓണേഴ്സിന്റെ അസോസിയേഷൻ ആണ്. ഡെഫിനറ്റ്ലി അത് വളരെ ഹെൽപ്ഫുൾ ആവും. നമുക്കിപ്പോ എങ്ങനെ ഇപ്പോ ഒരു സ്ഥാപനത്തിന് ഒരു ബാങ്കിന്റെ എക്സ്റ്റൻഷൻ ഇപ്പൊ ടെലിഫോൺ അല്ലെങ്കിൽ ഡേറ്റ ഒക്കെ ഇങ്ങനെ വിൽക്കണമായി തന്നെ ബാങ്കിങ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും ലോൺ ആപ്ലിക്കേഷൻ ആണെങ്കിലും വിൽക്കാൻ പറ്റും. അതിന് റവന്യൂ അവർക്ക് കിട്ടുവാണല്ലോ. അപ്പൊ അതൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പോ. അപ്പൊ അത് ഡെഫിനറ്റ്ലി അത് വളരെ സഹായമാവും. ഞാൻ ഇതിപ്പം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അവർക്ക് അതിന്റെ പിന്നെ എന്താണ് യൂട്യൂബിൽ ഇട്ടിട്ട് അവർക്കത് കാണാൻ സൗകര്യം കൊടുക്കുന്നുണ്ട്. എനിക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നുകൂടെ ബ്രീഫ് ആയിട്ടൊന്ന് പറയാമോ, അവർക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ എന്തൊക്കെ അഡ്വാൻറ്റേജ്? അപ്പൊ നമ്മളിപ്പോ സാധാരണ നിലയ്ക്ക് നമുക്കിപ്പോ ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മള് നോർമലി നമ്മുടെ ATM കാർഡ് എടുക്കണു, നമ്മള് നിയറസ്റ്റ് ATM പോകണു, ATM കാശ് എടുക്കണം, നമ്മുടെ അക്കൗണ്ടിൽ കാശ് ഉണ്ടെങ്കിൽ കാശ് പുറത്തേക്ക് വരും. എന്ന് പറഞ്ഞാൽ ATM മെഷീനിലും കാശ് വേണം. ATM റൺ ചെയ്യണത് സാധാരണ നിലയ്ക്ക് ബാങ്കാണ്. അപ്പൊ ബാങ്കിന് ATM വെക്കണം, ATMന്റെ സ്ഥലത്തിന്റെ റെന്റ് കൊടുക്കണം, സെക്യൂരിറ്റി ഗാർഡ് വേണം, AC വേണം, പിന്നെ ഓരോ പ്രാവശ്യവും കാശ് ലോഡ് ചെയ്യണം. അപ്പൊ ഇതിലത്തെ എല്ലാ സ്റ്റെപ്പിലത്തെയും ഏറ്റവും എക്സ്പെൻസീവ് 2 കാര്യങ്ങൾ ATM മെഷീനും പിന്നെ ഈ കാശ് ലോഡ് ചെയ്യണ പരിപാടിയാണ്. അതിനാണ് ഈ ക്യാഷ് ലോജിസ്റ്റിക്സ് എന്ന് പറയുക, ഈ അല്ലെങ്കിൽ CMS ക്യാഷ് മാനേജ്മെന്റ് സർവീസ് എന്ന് പറയാം. രണ്ടാമത്തെ സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ എല്ലാ കടക്കാരുടെയിലും എങ്ങനെ വന്നാലും കച്ചവടം കഴിയണം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ധാരാളം ക്യാഷ് ഉണ്ടാവേണ്ടതാണ്. അത് പിറ്റേ ദിവസം അതിന്റെ ഒരു ഭാഗം എക്സ്പെൻസ് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഭാഗമാണ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഒന്നെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ലോണോ അല്ലെങ്കിൽ ചെക്ക് ക്ലിയർ ചെയ്യാനോ അതിന്റെ ഒരു പ്രോസസ് ഉണ്ട്. അത് ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്റ്റാഫ് കൊണ്ടുപോയിട്ട് ബാങ്കിൽ അടയ്ക്കും. അപ്പൊ ഈ ഒരു സൈക്കിളാണ് ക്യാഷ് സൈക്കിൾ. ഇത് എല്ലാ കൺട്രിയിലും എല്ലാ സ്ഥലത്തും നടക്കുന്നതാണ്. പക്ഷെ ഇതിനെ നമ്മൾ ചുരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കടകൾ ഇപ്പൊ അല്ലെങ്കിൽ പെട്രോൾ പമ്പ്, അവിടെയൊക്കെ പെട്രോൾ പമ്പിൽ എനിക്ക് വേണം എപ്പോഴും പറ്റുന്നുണ്ടാവും. ഇപ്പൊ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ക്യാഷ് എടുക്കാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ ആ ഒരു വ്യവസ്ഥ നമ്മള് ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ സോ ക്യാഷ് ആപ്ലിക്കേഷൻ വഴി എല്ലാ കടകളെയും ഒരു ATM അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആക്കി മാറ്റുകയാണ്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ബാങ്കുകൾക്ക് ഇനി ATM വെക്കണ്ട, ഈ ക്യാഷ് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കണ്ട, ചുമ്മാ അങ്ങനെ കുറെ ലിക്വിഡിറ്റി ഈ ATM സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല ഇപ്പൊ കടക്കാർക്ക് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് ഇപ്പൊ ബേക്കറി ആണെങ്കിലും ഇപ്പൊ റെസ്റ്റോറന്റ് ആണെങ്കിലും ഒന്ന് ഈ ക്യാഷ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പോവും, ഓട്ടോമാറ്റിക്കലി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആൾക്കാർ വന്ന് വിഡ്രോ ചെയ്യുമ്പോൾ അപ്പൊ എനിക്കിപ്പോ ഒരു 2000 രൂപ ആണെന്ന് വെച്ചെങ്കിൽ ഞാനിപ്പോ അടുത്തുള്ള ഒരു ബേക്കറി പോയിട്ട് 2000 രൂപ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേരുടെ ആ ക്യാഷ് എൻ്റെ ഇരിക്കും. പക്ഷെ എന്റെ അക്കൗണ്ടിൽ നിന്ന് അങ്ങേരുടെ കടയിൽ അങ്ങേരുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല എല്ലാ ട്രാൻസാക്ഷനും ബാങ്ക് അവർക്ക് കാശ് തരും. ഇപ്പൊ ബേക്കറിക്കാരന് ഒരു 100 ആൾക്കാർ വന്നു വെച്ചെങ്കിൽ അങ്ങേർക്ക് ആ 100 ആൾക്കാരുടെ ട്രാൻസാക്ഷൻ ഫീ അങ്ങേര് കിട്ടും. ഇപ്പൊ ബ്രെഡ് അല്ലെങ്കിൽ ബേക്കറി സാധനം മാത്രമല്ല വിൽക്കണം, അങ്ങേര് ക്യാഷും വിൽക്കുകയാണ്. അപ്പൊ ക്യാഷ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യണ ഒരു സംവിധാനം വെച്ചിട്ട് ബാങ്കിങ് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു ബാങ്കും പിന്നെ കച്ചവടക്കാരും കൂടിയിട്ട് ഒരുമിച്ച് ഒരു ഇക്കോസിസ്റ്റമായി മാറും. അത് നമ്മൾ ഇവിടെ ഇപ്പൊ കഴിഞ്ഞ 8 ക്വാർട്ടറിൽ അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇവിടുത്തെ സിംഗപ്പൂർ ഇപ്പൊ കടകളിൽ ലോൺ, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് സാധാരണ നിലയ്ക്ക് മോളിൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ് ചെയ്യില്ലേ, അതിന് പകരം
ഇപ്പൊ എല്ലാ കടകളിലും എപ്പോഴും തിരക്കുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ റെസ്റ്റോറന്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഈ സമയത്താണല്ലോ തിരക്കുണ്ടാവുക. അപ്പൊ ബാക്കിയുള്ള സമയങ്ങളിൽ ഈ വക കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഇൻകം സ്ട്രീമും ആവും, ബാങ്കുകൾക്കും നല്ലതാണ്, പിന്നെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കും നല്ലതാണ്. ഇപ്പൊ നിയറസ്റ്റ് ATM ഇപ്പൊ ടൗണിലൊക്കെ ആണെങ്കിൽ അടുത്ത ATM ഉണ്ടാവും, പക്ഷെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 4-5 കിലോമീറ്റർ കഴിഞ്ഞാലല്ലേ ATM വരുള്ളൂ. അപ്പോ ആ ഒരു ബാങ്കിനെയും റീറ്റെയിൽ ഇതിനെയും കണക്ട് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമാണ് ഇതുണ്ടായിരിക്കുന്നത്. അതിപ്പോ ഈ പറഞ്ഞ മാതിരി അപ്ലയൻസസിലൊക്കെ വളരെ ഉപയോഗമാണ്. എന്ന് പറഞ്ഞാൽ നല്ലോണം കച്ചവടമുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ലക്ഷങ്ങളാണ് ഒരു ദിവസം അവർ കളക്ഷൻ ഉണ്ടാവേ. അപ്പൊ ആ ക്യാഷ് അവിടെ ഇരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിയിൽ ഇരിക്കുന്നതിന് പകരം അത് ഹെഡ് ക്വാർട്ടർ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്ര നല്ലതാണല്ലോ ക്യാഷ് മാനേജ്മെന്റ്. അപ്പൊ അവർക്കും ക്യാഷ് കൊണ്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഫ്ലോ ചെയ്തോണ്ടിരിക്കുക. അല്ലാണ്ട് വെറുതെ ഈവൻ 2 ദിവസം കടകളിൽ അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിൽ ക്യാഷ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടമല്ലേ. ഇപ്പൊ 6-7 അല്ലെങ്കിൽ 16% ഇൻട്രസ്റ്റ്. അപ്പൊ ക്യാഷ് ഇങ്ങനെ ഐഡിൽ ആയിരിക്കുന്നതിന് പകരം അതിനെ ഇങ്ങനെ ഒരു ഫ്ലോ, ഒരു ലിക്വിഡ് മാതിരി ഇങ്ങനെ ഫ്ലോ ചെയ്യണ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിപ്പോ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വളരെ സ്കോപ്പ് കാണുന്നുണ്ട് തോന്നുന്നു ഇപ്പൊ ഇത് പറഞ്ഞു കേട്ടിട്ട്. അത് നമുക്ക് ഇതിപ്പോ ഈ വൈറസിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ പൈലറ്റ് ചെയ്ത് അത് നോക്കണം, ശരിയാക്കി എടുക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്. അപ്പൊ ഈ സിംഗപ്പൂരിൽ നമ്മുടെ ഈ എങ്ങനെയായിരിക്കും വൈറസിന് പോസ്റ്റ് വൈറസ് ആ ഒരു ഇതിനെ കുറിച്ച് അവിടെ എന്തെങ്കിലും ഒരു പ്ലാനിങ് വല്ലതും നടക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പോ ജൂൺ 1-ാം തീയതി വരെ ലോക്ക്ഡൌൺ ആണ്. അപ്പോ ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ അറ്റ്ലീസ്റ്റ് ഡേറ്റ പ്രകാരം അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, അത്ര വലിയ ഡെത്ത് ഒന്നുമില്ല. പക്ഷെ ഇവിടുത്തെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേവ് 1, വേവ് 2, വേവ് 3 എന്നാണല്ലോ ഇപ്പൊ എല്ലാരും പറയണേ. അപ്പൊ ഈ ഫസ്റ്റ് വേവിൽ അധികം കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെട്ടിട്ട് തോന്നുന്നു. പറഞ്ഞാൽ ഇവിടെ ഒരുവിധം ഡിസിപ്ലിൻഡ് ആണ്, പിന്നെ നിയമം തെറ്റിച്ചാൽ പിന്നെ ഒരു സാധാരണ നിലയ്ക്ക് ജയിലിൽ തന്നെയാവും. തന്നെ അധികം ആൾക്കാർ അങ്ങനെ കളിക്കില്ല. അപ്പൊ അവര് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫെബ്രുവരി മുതലേ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പൊ ടോട്ടൽ ലോക്ക്ഡൌൺ ആണ് ജൂൺ വരെ. ജൂണില് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവര് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇമ്പാക്ട്, ഇതൊരു വളരെ കോസ്മോപൊളിറ്റൻ സ്ഥലമാണ്. അപ്പൊ ഈ ട്രാവൽ അല്ലെങ്കിൽ ടൂറിസം ഇല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യില്ല. അതൊരു ഡെഫിനറ്റ്ലി ഒരു 2 ക്വാർട്ടേഴ്സിന് ഇഫക്റ്റ് ഉണ്ടാവുന്ന പറയണേ. അതിപ്പോ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ഇവിടുത്തെ ഷോപ്പിംഗ് മോളുകളാണെങ്കിലും അതൊക്കെ വളരെയധികം ടൂറിസത്തിന് ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പൊ അതൊരു വളരെ നെഗറ്റീവ് ആണ്. ഇപ്പൊ ഇവിടെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിയം ഒരു കമ്പനി, ഒരു ബങ്കറിങ്, ഒരു വലിയൊരു കമ്പനി ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ICICIന്റെ ഒരു $100 മില്യൺ പെട്ടിട്ടുണ്ട്. അപ്പോ ഇപ്പോഴാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. എന്ന് പറഞ്ഞപ്പോ ഒരു 2 മാസം കഴിഞ്ഞല്ലോ. അപ്പോ ഈ ക്യാഷ് ഫ്ലോ കൺസ്ട്രെയിൻസ് വരുമ്പോഴാണല്ലോ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അൺട്രാവൽ ചെയ്യാം. അപ്പോ അങ്ങനെയാണ്. ഇപ്പൊ എങ്ങനെയാണ് ഔട്ട്കം? ചെറിയ സ്ഥലം, പിന്നെ വളരെ ബിസിനസ് ഫോക്കസ്ഡ് ആയതുകൊണ്ട്. പിന്നെ ഈ സാർസ് ഇവിടെ 1997 സാർസ് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വിശ്വാസം. എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടല്ലേ. അപ്പോ ഇവർക്ക് ഡേറ്റ ഉണ്ട്, പിന്നെ ഒരു പ്രോആക്റ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ സംശയമില്ലല്ലോ. ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുന്നവർക്ക് അറിയാം. ഇപ്പൊ നെക്സ്റ്റ് ടൈം ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ 100 കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ സാധനം പറഞ്ഞത്. അതിപ്പോ ഇനിയിപ്പോ അടുത്തത് വരുമ്പോഴേക്കും എല്ലാവർക്കും ഇപ്പൊ കേരളത്തിലിപ്പോ ആ ഒരു നിപ്പ വന്ന കാരണം കുറച്ചും കൂടി ഒരു പ്രിപ്പയർഡ്നെസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോ ഐ തിങ്ക് ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ. ഓക്കെ 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാനുള്ളവര് ചിലർ കൈ ഉയർത്തിയിട്ടുണ്ട്. സുരേഷ് ചോദിച്ചോളൂ, കൈ ഉയർത്തിയിരിക്കുന്നത്. സുരേഷ് ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ്, സുരേഷ് ആണ്. എനിക്ക് ഇതിലൊരു കാര്യം അറിയാം. നമസ്കാരം. ഇതില് നമുക്ക് റെമിറ്റൻസ് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും
തിരിച്ച് അടവുണ്ടല്ലോ, അത് ഇതിലൂടെ പോസിബിൾ ആണോ? നമ്മള് നമുക്കിപ്പോ എല്ലാതും കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കാണ്. അപ്പോ റെമിറ്റൻസ് കമ്പനികൾ നമ്മുടെ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്. അത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം യൂസാണ്. കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഈ സിംഗപ്പൂരും മലേഷ്യയിലും ഈ കുറെ ഈ ഡൊമസ്റ്റിക് ഹെൽപ്പേഴ്സ് അല്ലെങ്കിൽ പണിക്കാർ പണി ചെയ്യണവര് അധികം ഈ ഫിലിപ്പീൻസിന്നും ഇന്തോനേഷ്യ എന്നൊക്കെ വരുന്നവരാണ്. അപ്പോ അവര് ഈ ഫാമിലീസിന്റെ കൂടെ താമസിക്കുന്നതാണ്. അവര് മാസം കാശ് ഇപ്പൊ തിരിച്ചിപ്പോ ഫിലിപ്പീൻസിലേക്കും ഇന്തോനേഷ്യയിലേക്കും പണ്ടൊക്കെ ആണെങ്കിൽ അവര് ഈ ഏജന്റുമാരുടെ അടുത്ത് പോകും, അവര് കാശ് അടയ്ക്കും, അങ്ങനെ റെമിറ്റൻസ് ചെയ്യുമല്ലോ. ഇപ്പൊ ഈ റെസ്ട്രിക്ഷൻ കാരണം, ഇപ്പൊ ലോക്ക്ഡൌൺ കാരണം അവർക്ക് പോവാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ പാർട്ട്ണർ കടകള് ഒരുവിധം എല്ലാ അപ്പാർട്ട്മെന്റിന്റെയും അടിയിലുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇവർക്ക് ഇത് ചെയ്യാം. അപ്പൊ നമ്മളല്ല റെമിറ്റൻസ് ചെയ്യണം അല്ലേ, നമ്മളല്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒത്തിരി ഈ ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾസ്, പിന്നെ മണി ലോണ്ടറിങ് മോണിറ്ററിങ്, AML CFT അങ്ങനെ കുറെ സാധനങ്ങൾ. അപ്പൊ അതൊക്കെ ചെയ്യണവര് വേറെ ഉണ്ട്. നമ്മൾ ആ നെറ്റ്വർക്ക് കൊടുക്കും. ഇപ്പൊ നമ്മുടെ ഈ വോഡഫോണിന്റെ ഒക്കെ M-Paisa എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ കേട്ടിട്ട്, ഏതാണ്ട് അതിന്റെ കോമ്പറ്റീഷൻ പോലെ ആണോ പ്രോഡക്റ്റ്? അതിന്റെ കോമ്പറ്റീഷൻ അല്ല. M-Pesa എന്ന് പറഞ്ഞത് ഇപ്പൊ കീനിയയില് പറഞ്ഞ ഈ എയർ ടൈം ട്രാൻസ്ഫറിനെ വെച്ചിട്ടുള്ള തുടങ്ങിയ. അപ്പൊ അവർക്ക് ബാങ്കിങ് സിസ്റ്റം ഇല്ലാത്ത കാരണം, NEFT, RTGS, UPI ഒന്നും ഇല്ലാത്ത കാരണം അവര് ഒരു ടെൽകോ നെറ്റ്വർക്ക്, ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പൊ വോഡഫോണിന്റെ മണി ട്രാൻസ്ഫർ ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോ ബംഗാളിലേക്കും ബീഹാറിലേക്കൊക്കെ അയക്കണ പരിപാടിയല്ലേ. അപ്പൊ ഞങ്ങള് ആ പ്രോസസ്സിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മൾ ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കിയപ്പോ, ഈ കടക്കാരുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഏജൻസി നെറ്റ്വർക്ക് ഉണ്ടാക്കിയവർക്ക് പല കാര്യങ്ങളും ഇപ്പൊ ഒരു ബ്രാഞ്ചിൽ ചെയ്യാവുന്ന എല്ലാതും ചെയ്യാം. ഇപ്പൊ സിംഗപ്പൂർ ഒരു ചെറിയ സ്ഥലം ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല, അധികവും ക്രോസ് ബോർഡർ ആണ്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. ഇവിടെ എന്താ വെച്ചാൽ ഒരുപാട് NBFC-കളും നിധി കമ്പനികളും ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഈ സർവീസ് മേ ബി യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈവൻ അവരുടെയും കൂടി നെറ്റ്വർക്കിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ. പിന്നെ ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ മറ്റേ BC നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ബിസിനസ് കറസ്പോണ്ടൻസ്, അവർ ഇതിനായിട്ടാണ് അപ്പോയിന്റ് ചെയ്തിരിക്കണേ. അപ്പോ അതിനെ നമുക്കിപ്പോ എല്ലാ കടയിനെയും ഒരു നെറ്റ്വർക്ക് ആക്കി എടുക്കാവുന്ന ഒരു ചെയ്യാം. അതൊരു ടെക്നോളജി ചാലഞ്ച് അല്ല, അതൊരു റെഗുലേറ്ററി ചാലഞ്ച് ആണ്. ജോസഫ് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ജോസഫ്. സാറേ ഗുഡ് ഈവനിങ്. ഞാൻ ജോസഫ്, തെലങ്കാനയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യം വളരെ, ഇവിടെ തെലങ്കാനയിൽ SBI ബാങ്ക് ഒരു ബാങ്കിൽ തന്നെ 4 ബ്രാഞ്ചുകളായിട്ട് കിയോസ്കെ, KISOSK എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ അവർ പണം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ബാങ്കുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരേ ബ്രാഞ്ചിന് തന്നെ 4ഉം 5ഉം ഇൻഡിവിജ്വൽ ആണ് ഈ പണം എടുത്ത് ഇടപാട് ചെയ്യുന്നത്. പക്ഷെ സാറ് പറഞ്ഞതിനകത്ത് ഉള്ള വ്യത്യാസം എന്താ വെച്ചാൽ, അവിടെ ട്രാൻസാക്ഷൻ ചെയ്യാനും മറ്റു കാര്യങ്ങളും വേറെ ഒന്നുമില്ല, പണം ഡിപ്പോസിറ്റ് ചെയ്യാനും എടുക്കാനുള്ള സൗകര്യം എല്ലാ ജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ സാറ് പറഞ്ഞ സംവിധാനം ഇവിടെ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം സ്കോപ്പ് ഇന്ത്യയിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ കിയോസ്കി സംവിധാനത്തിനെ കുറിച്ച് സാറിന് കൂടുതൽ വല്ല അറിയാമോ? എനിക്ക് തോന്നുന്നത് അത് ബാങ്കുകൾക്ക് പലതരം ഹാർഡ്വെയർ ഉണ്ട്. ഇപ്പൊ ATM, മൈക്രോ ATM, പിന്നെ ഈ എന്താ പറയാ 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണ ATM, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതിനെ മിക്കവാറും കിയോസ്ക് ആയിട്ട് അവർ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോ അതൊരു ഡിസ്ട്രിബ്യൂഷൻ ടിയർ ആണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇതില് ബ്രാഞ്ചിന്റെ ഉള്ളിലെ ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കലാണ് അവരുടെ ഒബ്ജക്റ്റീവ് വെച്ചെങ്കിൽ അതൊരു നല്ല മോഡലാണ്. നമ്മള് നോക്കണത് ഫ്യൂച്ചർ വേർ ഈ ബാങ്കിങ് ബിക്കംസ് മോർ ആൻഡ് മോർ ഡിജിറ്റൽ. അപ്പൊ ബ്രാഞ്ചുകൾ ഇപ്പൊ നമ്മളിപ്പോ US UK നോക്കുവാണെങ്കിൽ ബ്രാഞ്ചുകൾ കുറയുക ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആ ഒരു കോസ്റ്റ്, ഇപ്പൊ NPA എന്ന് പറയുന്നത് ബാങ്കിന്റെ കോസ്റ്റ് കുറയ്ക്കുവാണെങ്കിൽ ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് ദ ബാങ്ക്. അപ്പോ ഈ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇപ്പൊ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇപ്പോഴും ഒരു എക്സ്പാൻഷൻ ഫേസിലാണ്.
at some point in time അവരും പറയും ഇത്ര ബ്രാഞ്ച് മതി അല്ലെങ്കിൽ ഇത്ര ATM മതി, ഇനിയുള്ള നെക്സ്റ്റ് എന്താ ചെയ്യാനുള്ള ഫേസിൽ അവിടെയാവും സോകാഷ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിന്റെ ഗുണം. ഇവിടെ ATMs എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 16 ATM ഉണ്ട്, അതിനകത്ത് 2 മാത്രമേ ഫംഗ്ഷനിങ് ഉള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള സംവിധാനമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സാരത്ത് പറഞ്ഞപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ചോദിക്കാൻ കാരണം. അതൊരു പ്രാക്ടിക്കൽ കാര്യമാണ്. ഈ ATMന്റെ കാലം അതൊരു ഫിക്സഡ് നമ്പർ ഓഫ് ATM വരെ നമുക്ക് ഓടിക്കാം. ഞാൻ ഈ ബാങ്കിങ്ങിൽ 16 കൊല്ലമായ കാരണം ATM വെക്കലൊരു പണ്ടൊരു ഹോബി എന്ന് പറഞ്ഞ ഒരു ഹോബിയാണ്. ഇപ്പൊ എല്ലാവർക്കും പോയിട്ട് ഒരു ഇനോഗ്രേഷൻ പേപ്പറിൽ ഒരു ഫോട്ടോ, അതൊരു ജനറൽ മാനേജർ ആൻഡ് അബൌവിന്റെ ഒരു സാധാരണ ഒരു ഹോബിയാണ്. പക്ഷെ ATM വെച്ച് കഴിഞ്ഞാൽ ATM അല്ല വർക്ക് ചെയ്യേണ്ടതാണ്, അതിൻ്റെ ഉള്ളിൽ ക്യാഷ് റീപ്ലനിഷ്മെന്റ് ആണ് ബുദ്ധിമുട്ട്. വളരെ വളരെ നന്നായിരുന്നു. അടുത്ത ആരെങ്കിലും ചോദിക്കാനുണ്ടോ? Any other question? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഞാനിപ്പം ഓപ്പൺ ചെയ്തിടാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. സാർ ഞാൻ സലീമാണ്, ഞാൻ ചോദിച്ചോട്ടെ? സാർ ഞാൻ സലീമാണ്, ചോദിച്ചോട്ടെ? ഇതില് ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഓൾറെഡി സ്പൈസ് മണി അതേപോലെ ഫിനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് ഓൾറെഡി. ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് ആ മെഷീന്. ഇത് തന്നെയല്ലേ ഈ കൺസെപ്റ്റ്? അത് മൈക്രോ ATM അല്ലേ അവർ തന്നെ? അതെ, മൈക്രോ ATM. അതില് പ്രശ്നം എന്താ വെച്ചാൽ നമ്മള് അപ്പൊ അതിലും ഒന്നെങ്കിൽ നിങ്ങൾ ആ ആ ഹാർഡ്വെയറിന്റെ കാശ് എടുക്കണം, അല്ലെങ്കിൽ ബാങ്ക് സബ്സിഡൈസ് ചെയ്യണം അല്ലെ? ആ ഡിവൈസിന്റെ ക്യാഷ് നമ്മൾ കൊടുക്കണം. ആ ഡിവൈസിന്റെ. നമ്മുടെ ഒരു മോഡലില് ഡിവൈസേ ഇല്ല, കാർഡും ഇല്ല. അപ്പൊ ബേസിക്കലി ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോ അത് ശരിയാണ്. അപ്പൊ ഇതൊക്കെ ഈ മൈക്രോ ATM എന്ന് പറഞ്ഞ സാധനവും അതിന് ബാങ്കുകൾ യൂസ് ചെയ്യുന്ന ഒരു ഫണ്ട് ഉണ്ട്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയും. അത് ഗവൺമെന്റ് കൊടുക്കുന്നതാണ്, VGF എന്ന് പറയും. അതെ. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 10,000 രൂപ ഒരാള് നമ്മള് മൈക്രോ ATM പോലെ ഞങ്ങൾ ക്യാഷ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 10 രൂപ ഇങ്ങോട്ട് കമ്മീഷൻ കിട്ടും. 10,010 രൂപ കിട്ടും. അപ്പൊ അത് പക്ഷെ ഇതിപ്പോ എല്ലാ കടകൾക്കും അവർക്ക് ഈ മൈക്രോ ATM കൊടുക്കാൻ പറ്റില്ല അല്ലെ? അതറിയില്ല. അല്ല ഇവിടെ പെട്രോൾ സ്റ്റേഷനുകളിലെല്ലാം ഉണ്ടല്ലോ. അല്ല ഇപ്പൊ നമ്മുടെ മോഡലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്രോ ATM പൊതുവെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ആ ഒരു പ്രോഗ്രാം കൂടിയാണ് നടത്തുക. അപ്പൊ അതിന്റെ ഫണ്ടിങ് അല്ലെങ്കിൽ ആ ഹാർഡ്വെയറിന്റെ ഫണ്ട് വരണമെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് വേണം ബാങ്കുകൾക്ക്. അത് ഗവൺമെന്റ് കൊടുക്കും. പക്ഷെ നമ്മൾ ചെയ്യണത് അതിനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തിട്ട് കാർഡ് വേണ്ട, മൊബൈൽ വെച്ചിട്ട് എല്ലാ ബാങ്കിങ് സർവീസും ചെയ്യാം എന്ന് വെച്ചാൽ ചില കാര്യങ്ങളിലേക്ക് ബ്രാഞ്ചിൽ പോകുന്നതിന് പകരം അടുത്തുള്ള കടയിൽ പോവാം. അപ്പൊ നിങ്ങളുടെ നെറ്റ്വർക്ക് ഇസ് പെർഫെക്റ്റ്. അപ്പൊ അതിൽ ഇപ്പൊ നമ്മുടെ ഇതും കൂടിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മില്ലേനിയൽസ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് അവരും കൂടിയും അവിടേക്ക് എത്തും. ഓ ഗുഡ്. ഇതിലിപ്പോ ഈ നമ്മൾക്ക് ഈ ഹാർഡ്വെയറിന് പൈസ കൊടുക്കണ്ട എന്നുള്ള ഒരു മോശം തന്നെയാണ്. ഇപ്പൊ ഈ ഫിനോ ഒക്കെ ചെയ്യുന്ന ഹാർഡ്വെയറിന് നല്ലൊരു ക്യാഷ് മേടിക്കുന്നുണ്ട് അവര്. അപ്പൊ അതില് തെറ്റൊന്നുമില്ല. അവരുടെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഡൊമസ്റ്റിക് റെമിറ്റൻസ് ആണല്ലോ. അതെ. അപ്പൊ അധികവും ഈ പണിക്കാര് നിങ്ങളുടെ അവിടെ വന്നിട്ട് ഇപ്പൊ വേറെ എവിടെയെങ്കിലും കാശ് അയക്കുമ്പോ അല്ല, ഇതില് നമ്മൾക്ക് കിട്ടുന്ന പല സൗകര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ കസ്റ്റമർ ഈ ചെറിയ പർച്ചേസ് ഒക്കെ മേടിക്കുമ്പോ നമുക്ക് സാധാരണ സ്വൈപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വൈപ്പിംഗ് ചാർജ് കൊടുക്കണം ബാങ്കിന്. അപ്പൊ ഏകദേശം 1.5-2% പോകും. ഇതാവുമ്പോ നമുക്ക് ആ ക്യാഷ് പോകുന്നില്ല. പകരം നമുക്ക് 10,000 ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് ഇങ്ങോട്ട് കിട്ടും ചെയ്യും. 10 രൂപയോളം ഇങ്ങോട്ട് കിട്ടും ചെയ്യും. നല്ലതാണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിന് കാർഡ് വേണ്ട, ഹാർഡ്വെയർ വേണ്ട, ആരും എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ പേപ്പർ ഫില്ല് ചെയ്തിട്ട് ഫിനോ കുഴപ്പമില്ല. പക്ഷെ ബാങ്കുകളുടെ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ ആ നെറ്റ്വർക്ക് ഏകദേശം ഒരു സ്വിഗ്ഗി മാതിരി ആവാം. അല്ല, ബിസിനസ് നടത്തുമ്പോ നമുക്ക് പിന്നെ ബാങ്കിൽ നിന്ന് ക്യാഷ് ഇങ്ങോട്ട് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറുകയാണല്ലോ ചെയ്യുന്നത്. അതെ, ശരിയാണ്.
അപ്പൊ അവിടെ ഒരു ആക്ച്വലി ഒരു ക്യാഷ് നമ്മൾ കൈയിട്ട് മേടിക്കണ ഒരു ആവശ്യം വരുന്നില്ല അവിടുന്ന് ബാങ്കിന്റെ. ഇത് ക്യാഷ് മാത്രം നിങ്ങൾ ഇപ്പോഴത്തെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊരു ഫ്യൂച്ചറിൽ നോക്കേണ്ടത് ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്പീഡിൽ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചുകളുടെ ഓപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ റാഷണലൈസേഷൻ ആണ്. പറഞ്ഞാൽ അതിന് രണ്ട് സൈഡിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഫേസില് പല ബാങ്കിങ് സർവീസുകളും കൂടി നിങ്ങൾക്ക് ഓപ്റ്റിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണേ. ഇടയ്ക്ക് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, ഒരു ചോദ്യം ഉണ്ടായിരുന്നു ബ്ലാക്ക് മണിയെ പറ്റിയിട്ട്. അത് പക്ഷെ അത് വ്യക്തമായില്ല. അവര് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ സാർ, അതിനകത്തെ സനലാണ് വേണ്ടത്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കാര്യം, ഇപ്പൊ ബാങ്കിങ് മേഖലയിൽ എല്ലാവരും ഈ ക്യാഷ്ലെസ്സിലേക്ക് പോകാൻ വേണ്ടി ഉള്ളൊരു നീക്കത്തിലാണ്, പ്ലാസ്റ്റിക് മണിയിലേക്ക് പോകാനാണ്. അങ്ങനെ വരുമ്പോ ഇതിന്റെ ഉപയോഗം എങ്ങനെ വരും? രണ്ടാമത്, ബ്ലാക്ക് മണി ഇതിനകത്ത് കൂടുതൽ ഉപയോഗിക്കേണ്ടതായി വരും, ഉപയോഗം കൂടുതൽ ഉപയോഗിക്കില്ലേ എന്നൊരു ചോദ്യമാണ്. അങ്ങനെ രണ്ട് ചോദ്യം. ആദ്യത്തെ ചോദ്യത്തില് അത് ആക്ച്വലി ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അസംഷൻ തന്നെ ഒരു 3 കൊല്ലത്തില് ക്യാഷ് ബേസ്ഡ് ട്രാൻസാക്ഷൻസ് കുറയും ആൻഡ് കാർഡ് ട്രാൻസാക്ഷൻസ് കൂടും. അപ്പോൾ റെസിഡുവൽ ക്യാഷ് അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് ക്യാഷ് ആണ് വേണ്ടി വരുള്ളൂ. അപ്പോൾ ATM-നെക്കാട്ടിലും സൗകര്യം കടയിൽ നിന്ന് അല്ലെങ്കിൽ അടുത്തുള്ള നെയ്ബർ, ഇപ്പോൾ എൻ്റെ ഒരു നെയ്ബറിന്റെ നിന്ന് പോയി വാങ്ങുക അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ വാങ്ങുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ 2016 ഇങ്ങനെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് അല്ലെ. ഇപ്പൊ എല്ലാവരുടെയും എക്സ്പീരിയൻസിൽ നമുക്ക് നോക്കാം. ഇപ്പൊ കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പൊതുവെ പണ്ട് ഇപ്പോൾ 5000 രൂപ വിഡ്രോ ചെയ്യണവരോ 1000 രൂപയും വിഡ്രോ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതിനൊരു ATM-ന്റെ ആവശ്യമില്ല. അപ്പൊ ബാങ്കുകൾക്ക് ATM കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ അതൊരു നല്ല ഇതാണ്. നമ്മളെന്ന് പറഞ്ഞാൽ എന്നാണ് ഒരു ഇക്കോണമി ടോട്ടലി ലെസ് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ്ലെസ് ആവാന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരു 5 കൊല്ലം 10 കൊല്ലത്തെ ഒരു ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ അത് ആക്ച്വലി നമുക്ക് നല്ലതാണ്. പക്ഷെ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഏതൊരു കൺട്രിയിൽ ആണെങ്കിലും ക്യാഷ് ഇൻ സർക്കുലേഷൻ കൂടുകയാണ് ചെയ്യണേ. ATM ട്രാൻസാക്ഷൻസ് ഒന്നെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ കൂടുക ചെയ്യണം. അപ്പൊ ആ ഒരു ഡിസ്കണക്ട് ഉണ്ട്. ഞങ്ങൾ അതില് എന്ന് പറഞ്ഞാൽ നമ്മളതിലൊരു ന്യൂട്രൽ ഇതിലാണ്. എങ്ങനെ വന്നാലും മാർക്കറ്റ് ഇസ് സോ ബിഗ്. അപ്പൊ നമുക്ക് there is only upside. Even if the usage of cash falls by 50%, that is actually good for us, but that is not happening. രണ്ടാമത്തെ ഹലോ രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ നമ്മള് ഞങ്ങളുടെ ബിസിനസ് നെറ്റ്വർക്കാണ്. എങ്ങനെ പലതരത്തിലുള്ള റീറ്റെയിലും പലതരത്തിലുള്ള ബിസിനസ്സുകളെയും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. നമ്മളിപ്പോ യൂസ് ചെയ്യണത് ക്യാഷ് ഇസ് ദ മീഡിയം. അപ്പൊ നാളെ നമുക്കിപ്പോ വേറെ എന്തെങ്കിലും ഒരു ഡിമാൻഡ് സോഴ്സസ് എങ്കിൽ അത് യൂസ് ചെയ്യും വേറൊരു കൺട്രിയിൽ. ഫണ്ടമെന്റലി വി ആർ അഗ്രിഗേറ്റിംഗ് എ നെറ്റ്വർക്ക് ആൻഡ് വി ആർ ട്രൈങ് ടു പുഷ് ബാങ്കിങ് സർവീസസ് ത്രൂ ദിസ് നെറ്റ്വർക്ക്. അപ്പോ നാളെ ഒരു സുപ്രഭാതത്തില് ക്യാഷ്, ഇഫ് ദർ ഇസ് എ ബെറ്റർ പ്രോഡക്റ്റ് ദാൻ ക്യാഷ്, ഡെഫിനറ്റ്ലി അത് വാളറ്റ് അല്ല, കാർഡ് അല്ല, അത് ഉറപ്പാണ്. ബട്ട് ഇഫ് ദർ ഇസ് എ ബെറ്റർ പ്രോഡക്റ്റ് ദാൻ ക്യാഷ്, then definitely cash will go away and we will have to find another way to build this network. അതിൽ സംശയമൊന്നുമില്ല. നമുക്ക് ബ്ലാക്ക് മണിയുടെ പ്രശ്നം തൽക്കാലം ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മാർക്കറ്റില് ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ടാക്സ് റെജീം. അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അത് സോൾവ് ചെയ്യാനുള്ള ആൾക്കാര് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സിനെ എടുത്ത്, അല്ലെങ്കിൽ ഇൻകം ടാക്സിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബ്ലാക്ക് മണി ഇല്ല അല്ലെ. അപ്പൊ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഫേക്ക് കറൻസി നമുക്ക് ഒരു പ്രോബ്ലം ആണ്. ഫേക്ക് കറൻസി കുഡ് ബി എൻ ഇഷ്യൂ. അപ്പൊ ഫേക്ക് കറൻസിയുടെ ഇത് എങ്ങനെ വെച്ചിങ്ങനെ ഇപ്പോ ഉള്ള സർക്കുലേഷന്റെ നമുക്കൊരു എസ്റ്റിമേറ്റ് എല്ലാ റെഗുലേറ്ററിന്റെയിലും ഉണ്ടാവും.
അപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ് ഇസ് ബിലോ 0.05%. ആ ഒരു റിസ്ക് എങ്ങനെ വന്നാലും ഈ ഒരു മോഡൽ ഉണ്ടാവും. എന്നാൽ നമ്മൾ ഇപ്പോൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയിലാണല്ലോ വർക്ക് ചെയ്യണത്. അപ്പൊ ആ ഒരു സ്ഥലത്തിൽ ഫേക്ക് കറൻസി സർക്കുലേഷൻ ഒരു 1% ആണെങ്കിൽ എല്ലാവരുടെയും ഫേക്ക് കറൻസി 1% വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അതൊരു പോളിസി തിങ് ആണ്. അപ്പൊ നമ്മൾ പറയണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ വി ടേക്ക് ദ റിസ്ക്. പക്ഷെ ഒരു പോലീസ് റിപ്പോർട്ട് വേണം. ആൻഡ് ഇഫ് സംബഡി ഗെറ്റ്സ് ഫേക്ക് കറൻസി വി വിൽ ടേക്ക് ദ റിസ്ക്. അപ്പൊ അങ്ങനെ ഒരു മോഡലാണ് ഇപ്പോൾ ഓടുന്നത്. അപ്പൊ ദാറ്റ് ഓൾസോ മീൻസ് ദാറ്റ് വി കനോട്ട് വർക്ക് ഇൻ എ കൺട്രി വിച്ച് ലൈക്ക് 5%. അപ്പൊ ആ ഒരു റിസ്ക് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. ശരിക്കും സാറേ ഇതിനകത്ത് ഈ ബ്ലാക്ക് മണിയുടെ ക്വസ്റ്റ്യൻ എന്റെ അല്ലായിരുന്നു. ശരിക്കും ഈ അൺമ്യൂട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, എന്റെ മകന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെ വളരെ നന്നായിരുന്നു. ആൾക്കാർക്ക് ബിസിനസ് മോഡല് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വളരെ വളരെ സ്കോപ്പ് ഉള്ളതാണ്. അപ്പൊ ഇന്ത്യ മുഴുവൻ ഈ ഒരു ബിസിനസ് വരട്ടെ, മറ്റു രാജ്യങ്ങളിലും ഇത് വരട്ടെ. ഇത് വലിയ സ്കോപ്പ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സാറിന്റെ നമ്പർ ഉണ്ടോ? എന്റെ കയ്യിലുണ്ട്. ഞാൻ മലേഷ്യയിലാണ്. പിന്നെ ഞാനിവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നതാണ്. പേര് അസ്കർ. ഞാൻ ഫസ്റ്റ് ഉണ്ടായിട്ടാ മീറ്റിംഗില്. എവിടെയുള്ള മലേഷ്യയിൽ എവിടെയാ? ഞാനിപ്പോ കേരള കഴിഞ്ഞിട്ടായില്ല ശരിക്കും പറഞ്ഞാല്. ഒരു ഫ്ലാറ്റില്. പിന്നെ ഏത് എന്റെ ഓഫീസ് ബങ്സാർ സൗത്തില്. അതെ, ഇപ്പൊ എവിടെ ഉള്ളത്? കേരള തന്നെ? സിംഗപ്പൂരാണല്ലേ? ഞാൻ ജോഹറിലാണ് ബിസിനസ് എല്ലാം. സൂപ്പർ മാർക്കറ്റ് ആണ്. പിന്നെ ഓക്കെ, ഇത് ക്യാഷ് അയക്കുന്നതിന് ഞാൻ ഫസ്റ്റേ കേട്ടിട്ട് എനിക്ക് സംഭവം ക്ലിയർ ആയിട്ടാ. നമ്മളിന്ന് ക്യാഷ് അയക്കുന്നില്ല. ഇപ്പൊ നാട്ടിലേക്ക് ഇന്തോനേഷ്യയിലെല്ലാം അയക്കലുണ്ട്. വേറെ എന്തെല്ലോ ATM ആക്കി മാറ്റാണ് കടകളെ. ATM ആക്കി മാറ്റുന്നത്. ഓക്കെ, അങ്ങനെ സാറിനെ ബന്ധപ്പെടാൻ നോക്കാം. നമ്പർ ഉണ്ടാവും. മെയിൽ ഒന്ന് ഷെയർ ചെയ്തിരുന്നാ മതി. ഓക്കെ, ശരി. എന്നാൽ എന്തെങ്കിലും പ്രപ്പോസൽ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് കിട്ടുമല്ലോ. ഓക്കെ, നല്ലൊരു ഇതായിരുന്നു. ഒരു പുതിയ ഏരിയ ആണ് ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. അപ്പം ഇനിയും നമുക്ക് വേണ്ടിവരും. സർ ഒരു ക്വസ്റ്റ്യൻ സർ. ഇതൊരു പുതിയൊരു കൺസെപ്റ്റ് ആണല്ലോ. ഈ പുതിയൊരു കൺസെപ്റ്റ്, എന്റെ പേര് മനോജ് രോഹിണി എന്നാണ്, കണ്ണൂരിൽ നിന്നാണ്. സാർ, ഈ ഒരു പുതിയൊരു കൺസെപ്റ്റില് സാർ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എന്ത് തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇപ്പോൾ എങ്ങനെയുള്ള ഒരു മാർക്കറ്റ് സ്ട്രാറ്റജിയാണ് സാർ ഉപയോഗിക്കുന്നത്? മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഞാൻ വളരെ ചുരുക്കത്തിൽ, ഞാൻ ഒരു മാർക്കറ്റിംഗ് എക്സ്പെർട്ട് അല്ല. അപ്പൊ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കഴിഞ്ഞാൽ ഞാൻ എന്റെ മാർക്കറ്റിംഗ് ആളോട് ഉത്തരം പറയാം. ബട്ട് ഫണ്ടമെന്റലി തുടക്കം ഒരു അവയർനെസ് നമ്മൾ ഓൺ ദ ഗ്രൗണ്ടാണ് ചെയ്തത്. നമ്മൾ ഈ നെറ്റ്വർക്ക് കടക്കാര്, സൂപ്പർ മാർക്കറ്റ്, അത് ഓൺ ദ ഗ്രൗണ്ട് തന്നെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തത്. അത് സ്റ്റാർട്ടിങ് ഓരോ കടയിലും നമ്മളൊരു എന്താ പറയാ, ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഫ്ലയർ അങ്ങനെ തുടങ്ങിയിട്ട്, പിന്നെ അതില് ഒരു 100 ആൾക്കാരെ മീറ്റ് ചെയ്ത ഒരു 10 ആൾക്കാർ സപ്പോർട്ടീവ് ആവും. അതിലൊരു 3 ആൾക്കാർ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസർ ആവും. അവരിങ്ങനെ വാട്സാപ്പിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെയാണ് തുടക്കം. പിന്നെ ഒരു ബ്രാൻഡൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഓപ്പറേഷൻസ് ഒക്കെ സ്കെയിൽ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ കുറച്ച് ക്യാഷും ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം എപ്പോഴും നടക്കണം, ഓൺ ദ ഗ്രൗണ്ട് ആക്ടിവേഷൻ. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കും ഇതിൽ ചെയ്യാം. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങളുടെ ബിസിനസ്സിന് ഫേസ്ബുക്ക് എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആണ്. അവയർനെസ് ക്യാമ്പയിൻ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ആക്ടിവേഷൻ ക്യാമ്പയിൻ ചെയ്യാം, ആപ്പ് ഡൗൺലോഡ് ഒക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് നമ്മൾ എപ്പോഴും ചെലവങ്ങ നോക്കി മെല്ലെ ചെയ്യുന്നു. അപ്പൊ സ്റ്റാർട്ടിങ് എപ്പോഴും കമ്മ്യൂണിറ്റി ബേസ്ഡ് ആക്ടിവേഷൻ അല്ലെങ്കിൽ കുറച്ച് പ്രസ് റിലീസ് അങ്ങനെയൊക്കെയാണ്. സർ, ഒരു ക്വസ്റ്റ്യൻ. ഇതിപ്പോ ഒരു പുതിയ കോൺസെപ്റ്റ് എന്നുള്ള നിലയിൽ, അതായത് നിങ്ങൾക്ക് ഡിവൈസ് ഫ്രീ ആണല്ലോ, ഒരു ഡിവൈസ് ഇടയിൽ ആവശ്യമില്ല. അപ്പോൾ ഒരു കസ്റ്റമർ വാക്ക് ഇൻ ചെയ്തിട്ട് വിഡ്രോവലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്യാരി ചെയ്തേണ്ടതുണ്ടോ? അതോ നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ കൂടി തന്നെ ഇത് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് കോൺസെപ്റ്റ്? കസ്റ്റമറിന്റെ സൈഡിൽ എപ്പോഴും അതിന്റെ ട്രാൻസാക്ഷൻ മൊബൈൽ ബാങ്കിങ് വഴിയാണ്. മൊബൈൽ ബാങ്കിന് എപ്പോഴും സെക്യൂരിറ്റി ഓതന്റിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളെപ്പോഴും
നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചർ തന്നെ അതൊരു ബാങ്ക് ഗ്രേഡ് സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ഇറ്റ് വർക്ക്സ് ത്രൂ ദി ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പൊ അതൊരു റിക്വയർമെന്റ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വൺ ഓഫ് ദി ഇഷ്യൂസ് മൊബൈൽ ബാങ്കിങ്ങിന്റെ പെനിട്രേഷനും കുറവാണ്. 33% കൂടി ഇല്ല. അതൊരു പ്രോബ്ലം ആണ്. അപ്പൊ നമ്മൾ അതും പക്ഷെ അതിങ്ങനെ പ്രോഗ്രസീവ്ലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂസർ സൈഡിൽ എപ്പോഴും അതൊരു മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ വാലറ്റോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ മറ്റേ സൈഡിൽ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറിന്റെ സൈഡിലും ഇതേമാതിരി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോ ഓല ഡ്രൈവർ മാതിരി അങ്ങനെ പല കാര്യങ്ങളും അതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വേണമെങ്കിൽ പിക്ക് ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അങ്ങനെ ചെയ്തോണ്ട് അങ്ങനത്തെ ഒരു മെക്കാനിസം ആണ്. അപ്പൊ കസ്റ്റമർ ആയിരിക്കും ഇത് ഇനിഷ്യേറ്റ് ചെയ്യുക അല്ലേ? വാക്കിൻ ചെയ്യുന്ന കസ്റ്റമർ ആയിരിക്കും ഇനിഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈ ബാങ്കിന്റെ സോഫ്റ്റ്വെയറിൽ ഐ മീൻ മൊബൈൽ ബാങ്കിങ് സിസ്റ്റത്തിൽ ഓൾറെഡി ഇന്റഗ്രേറ്റഡ് ആയിരിക്കും. ഇന്റഗ്രേറ്റ് അതാണ് നമ്മുടെ സെയിൽസ് പ്രോസസ്. അപ്പൊ നമ്മൾ ബാങ്കിനാണല്ലോ വിൽക്കണേ. അതിലൊരു ട്രസ്റ്റിന്റെ ഇഷ്യൂ വരുന്നില്ല? അപ്പോൾ എവിടെ വേണമെങ്കിലും ചെയ്യുന്നതിന് മറ്റു ട്രസ്റ്റ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല ത്രൂ മൊബൈൽ ബാങ്കിങ് തന്നെ ആവുമ്പോൾ? ട്രസ്റ്റ് എങ്ങനെ വന്നാലും ആൾക്കാര് കസ്റ്റമർ സെഗ്മെന്റ് എപ്പോഴും ചിലവര് വളരെ സസ്പീഷ്യസ്, വളരെ സേഫ് ആവും. ചിലവര് വില്ലിംഗ് ടു അഡോപ്റ്റ്, ഏർലി അഡോപ്റ്റേഴ്സ് ഉണ്ടാവും. അല്ല, ഇതിപ്പോ മൊബൈൽ ബാങ്കിങ് ത്രൂ തന്നെ ആകുമ്പോൾ പിന്നെ അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിന്റെ പ്രോബബിലിറ്റി വളരെ കുറവാണ്. അത് നിങ്ങളുടെ ഒരു അഭിപ്രായമാണ്. പക്ഷെ ഈ ഒരു ഗ്രൂപ്പിൽ നോക്കുവാണെങ്കിലും ആൾക്കാർ ബാലൻസ് മാത്രം നോക്കുന്ന ആൾക്കാരുണ്ടാവും. ഫണ്ട്സ് ട്രാൻസ്ഫർ ഡെയിലി 100 ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്നവരുണ്ടാവും. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റും ബ്രാൻഡിന്റെയും ഫംഗ്ഷൻ ആണ്. ആ സെക്യൂരിറ്റി ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞല്ലോ? ഓക്കെ, വളരെ നന്നായിരുന്നു. ആൾക്കാർ വളരെ എൻഗേജ്ഡ് ആയി. ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. ഇനിയുള്ള കാര്യങ്ങളിൽ നമുക്ക് പലതിലും സഹകരിക്കണം. ഹലോ ഹലോ കേൾക്കാൻ പറഞ്ഞോളൂ സാറേ. നമ്മുടെ ഈ അതായത് ഷോപ്പുകൾ ATM ആക്കുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചായിരുന്നു ഇപ്പൊ ഈ ഡിസ്കഷൻ എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ സ്കോപ്പ് സാറ് നമ്മളുടെ ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് TV ആൻഡ് അപ്ലയൻസസ് കേരളയുടെ ആ ഒരു റെഫറൻസും സാറ് ഇടയ്ക്ക് പറയുകയുണ്ടായി. അപ്പൊ നമുക്ക് ഇതുമായിട്ട് എങ്ങനെയാണ് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നമുക്ക് ഇത് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് സാറ് നമുക്കൊരു അഡ്വൈസ് തരണം. തീർച്ചയായിട്ടും ഞാൻ ഇനി നിങ്ങളുമായിട്ട് അടുത്ത സിറ്റിംഗിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും ഒന്നുകൂടെ നമുക്ക് വിളിക്കുകയും ചെയ്യാം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡിംഗ് തരാം കേൾക്കാനായിട്ട്, കൂടെ കേൾക്കാനായിട്ട്. കേട്ട് കഴിഞ്ഞിട്ട് അടുത്ത സിറ്റിംഗിൽ നമുക്കത് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാവേ. വിജയൻ സർ, ഞാൻ വെയിറ്റ് ചെയ്യണോ? അല്ല, കുഴപ്പമില്ല, നന്നായി. ഇവിടെ 11 മണിയായി. അപ്പൊ ഞാൻ ഓക്കെ അവിടെ 11 മണിയായി. വളരെ ലേറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് വേണ്ടി ഇരുന്നതിൽ വളരെ സന്തോഷം. ഇനിയും തീർച്ചയായിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഏരിയാസ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ ഞാൻ കണക്ട് ചെയ്യാം. എനിക്ക് പിന്നെ ഈ മെയിലും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഇല്ലെങ്കിൽ എന്റെ വാട്സാപ്പിൽ ഇട്ടാൽ മതി. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാമല്ലോ. സാറേ നമ്പർ ഇട്ടേക്കണേ സാറേ പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാവുന്നത് എടുത്തോളൂ. ഹലോ സാറേ, എന്റെ പേര് പ്രശാന്ത് എന്നാണ്. ഞാൻ സാറേ 18-ാം തീയതി നമ്മളൊരു സോൾട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ സാറ് ഇവിടെ നമ്മളോട് പരിചയപ്പെടുത്തിയായിരുന്നു സാറേ. അവരുടെ മെയിൽ ഐഡിയോ അഡ്രസ്സോ എന്തെങ്കിലും ഒന്ന് കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗം സാർ? ഞാൻ അടുത്ത ഒരു പിന്നെ ഇതിനകത്തുനിന്നുള്ള ഒരു സെക്കൻഡറി ഇതെന്നുള്ള നിലയ്ക്ക് ഞാൻ അടുത്ത ദിവസങ്ങളിൽ മെയിൽ ഐ ഡി ആണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ മെയിൽ ഐഡീസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ സാർ, മതി, ധാരാളം. ഓക്കെ, കാരണം സാധാരണ ഇതിൽ ബിസിനസ്സുകാർ ഫോൺ നമ്പേഴ്സ് അങ്ങനെ കൊടുക്കാറില്ല. ഓക്കെ, തീർച്ചയായിട്ടും അത് മതി. ഓക്കെ,
ഓക്കെ സാർ. അതുപോലെ ലൈഫ് ലൈനിന്റെ ഒരു ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അതിന്റെ അംഗത്വത്തിന്റെ ഇത് സാർ 2 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തോളാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് കേൾക്കാൻ പറ്റില്ല. അത് ഞാൻ ഈ റെഫറലിന് വേണ്ടിയിട്ട് മാത്രം, നേരത്തെ ഉണ്ടായിരുന്ന റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു തരുന്നുണ്ട്. പഴയ ഞാൻ ആ റെഫറൻസ് എല്ലാം കൂടെ അപ്പം ഇട്ടോളാം, ഒരു സ്ലൈഡായിട്ട് തന്നെ ഇട്ടോളാം. ശരി ശരി. ഓക്കെ, താങ്ക് യു. ഇതൊന്നും നോക്കിക്കോളൂ. ഇനിയിപ്പോൾ നമ്മൾ ഈ സിംഗിൾ ടിക്കറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് ചേരണം, ടെലഗ്രാമിനകത്ത്. ഓക്കെ ഓക്കെ. ഈ ഗ്രൂപ്പിനകത്ത് മെഡിറ്റേഷൻ ആണെങ്കിൽ ഈ ഗ്രൂപ്പിനകത്ത് ചേരണം. പിന്നെ ഇപ്പം നമ്മൾ നടത്തിയല്ല, ഇനി വരാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ തൊട്ട് ഈ പറഞ്ഞ 9 മണിക്കത്തെ പ്രോഗ്രാമിനകത്താണെങ്കിൽ ഡോക്ടർ PPV MM ഡെസ്ക്, MM എന്ന് പറഞ്ഞാൽ മൈൻഡ് മാസ്റ്ററി എന്നുള്ളതാണ്. ഓക്കെ, MM ഡെസ്ക് എന്ന് പറയുന്ന ആ ഒരു ടെലഗ്രാം ചാനലിനകത്ത് അതിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അതിനകത്ത് തന്നുകൊണ്ടിരിക്കും. അപ്പൊ വേറെ അറിയിപ്പൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ സാർ, ഞങ്ങൾക്ക് ഇത് സാർ അയച്ചു തരുമോ? എങ്ങനെയത്? ഞാൻ അതിനുവേണ്ടി ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ആദ്യം ഇട്ടിരുന്നത് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റിയില്ല സാറേ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അല്ല സാർ, നമ്മളെങ്ങനെ സാർ ഈ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുന്നത് എങ്ങനെ? ടെലിഗ്രാം ഉപയോഗിച്ച്? നിങ്ങള് പിന്നെ നിങ്ങളുടെ മൊബൈലിനകത്ത് ടെലഗ്രാം ഫെസിലിറ്റി വേണം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ നമ്മുടെ ലൈഫ് ലൈൻ ഡയറക്റ്റ് എന്ന് പറയുന്ന വാട്സപ്പിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് അയക്കണം, എന്നെ ഇതിൽ പിന്നെ ആഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ. അപ്പൊ അവിടെ നിന്ന് ആഡ് ചെയ്യുമായിരിക്കും. അടുത്തത് ഇതാണ് നമ്മുടെ MM-ന്റെ മൈൻഡ് മാസ്റ്ററിയുടെ അതിനകത്ത് വരുമ്പോൾ, ഇപ്പൊ നമ്മൾ ഈ കോവിഡിന്റെ ഒരു ത്രെട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നിർത്തുമല്ലോ. നിർത്തി കഴിഞ്ഞിട്ടാണെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ ഗസ്റ്റുകളുള്ള സമയത്താണേലും മറ്റുമൊക്കെ ഇതുപോലെ ഇടാം. 7:30 ഒന്നും കൂടി ഇടാവും സാറേ. 7:30 വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതാണ് 7:30. ഡോക്ടർ PPV B ഡെസ്ക്, ബിസിനസ് ഡെസ്ക് എന്നുള്ളത്. ഡയറക്റ്റ് കേറാൻ പറ്റുമോ? ഈ ടെലഗ്രാമിനകത്ത് വരുമ്പോൾ നമുക്ക് വീഡിയോ ഇടാം. എനിക്ക് ചില നല്ല വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരാൻ പറ്റും. ഞാനത് എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ എന്താണ് എന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഈ ഫോറം ആയിരിക്കും നല്ലത്. നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈഫ് ലൈൻ ഡയറക്റ്റിലേക്ക് ഒരു മെസ്സേജ് ഇടണം. സാറേ, ഇത് ആഡ് ചെയ്തു, പക്ഷെ ഇത് വീണ്ടും പഴയതാണല്ലോ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഏതാണ് സാറേ? ഇതിപ്പം ഇതിനകത്ത് നമ്മളൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്നും പഴയ പോലാണ് നമ്മളൊന്ന് കയറിയിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് കയറാൻ പറ്റിയിട്ടില്ല. ഇതിനകത്ത് അല്ലാതെ 1-2 ദിവസം കൊണ്ട് അത് ആവത്തേ ഉള്ളൂ. ആയിക്കോളൂ, എല്ലാം ആയിക്കോളൂ. ഓക്കെ ഓക്കെ. അപ്പൊ സാറോട്ട് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ സാറിന് ചോദിച്ചാൽ മതി അല്ലേ? വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ സാർ ഷെയർ ചെയ്യും അതിനകത്തോട്ടില്ലേ? അതെ. ഓക്കെ, എനിക്ക് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത്. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഫോർവേഡ് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ ഓക്കെ, ശരി. ഈ ഫോൺ നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് അയക്കേണ്ടത്. നിങ്ങളെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. ഇതിനകത്തോട്ട് നിങ്ങളൊരു വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തോളൂ. ചില യൂട്യൂബ് ഒക്കെ കണ്ടാലും എനിക്ക് നിങ്ങളെ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ചില നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ചില യൂട്യൂബ് ഒക്കെ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും മോട്ടിവേഷണൽ ആയിട്ട് ബിസിനസ്സിന് സഹായിക്കുന്നതുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട ഇത് നോട്ട് ചെയ്തല്ലോ ഇത്. ഇനി നിങ്ങൾ രജിസ്ട്രേഷൻ ഫോം ഞാൻ ഇന്ന് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാല് കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? കേൾക്കുന്നുണ്ട് സാറേ. ഈ കോവിഡ് വേറൊരു സ്റ്റേജിലേക്ക് കടക്കുമോ എന്ന് നമ്മൾ ചെറുതായിട്ട് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ചില സ്ഥലത്തൊക്കെ ഈ സെക്കൻഡ് വേവ്, തേർഡ് വേവ് ഒക്കെ ആയിട്ട് വരാൻ തുടങ്ങി. ഓക്കെ, കേരളത്തിലൊക്കെ ഒരുപാട് ഇതിനെ ഈസി ആയിട്ട് എടുത്ത് ആൾക്കാർ പുറത്തിറങ്ങിയ സ്ഥലത്തൊക്കെ കോവിഡിന്റെ ഇത് എലമെന്റ് ഇപ്പൊ കൂടിയേക്കാണ്. ആ സമയത്ത് സീരിയസ് ആയിട്ട് എടുത്ത സ്ഥലത്തൊക്കെ കോവിഡ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ
പല കാര്യത്തിനും നിങ്ങളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ, പിൻ പോയിന്റഡ് ആയിട്ട് എനിക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഫോം കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യുവാണ്. അതിനകത്ത് വിത്ത് ഫോട്ടോയും കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ സിംഗപ്പൂരിൽ നിന്ന് സംസാരിച്ച മിസ്റ്റർ ഹരീഷ് ശിവ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് നിങ്ങളുമായിട്ട് ചേരാവുന്ന ബിസിനസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് കൂടിയാണെങ്കിലും എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇയാൾ ഇന്ന ആളുമായിട്ട് ചേരുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ തന്നെ എനിക്ക് കുറെ പേരെ അറിയാം. അപ്പൊ പലപ്പോഴും ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കണ്ടാലേ എനിക്കൊരു ഇത് കൃത്യമായിട്ട് പറ്റുള്ളൂ. അപ്പം കുറെ ഡീറ്റെയിൽസ് വേണം. അപ്പൊ ഈ ഡീറ്റെയിൽസിനകത്ത് ഞാൻ ഇന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത്. പിന്നീട് നിങ്ങളെ തന്നെയുമല്ല, ഇപ്പോൾ ഒരു എക്സാമ്പിള്, പാലക്കാട് എവിടെയുള്ള ഒരാൾക്ക് ഫുഡ് കിട്ടുന്നില്ലാത്തൊരവസ്ഥയാണെന്നിരിക്കട്ടെ, നമ്മുടെ എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മുടെ ലോറികൾക്ക് തടസ്സം വരികയോ ഫുഡിന് തടസ്സം വരികയോ ചെയ്യുകയാണ്. ലൈഫ് ലൈനിന്റെ ആൾക്കാരെല്ലാ പഞ്ചായത്തിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി മിക്കവാറും പഞ്ചായത്ത് പ്രസിഡന്റുമാർ എൻ്റെ കയ്യിൽ നേരിട്ട് ട്രെയിനിങ് എടുത്തിട്ടുള്ളതാണ്, ഗവൺമെന്റ് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരാളെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം സുരേഷ് കേൾക്കുന്നുണ്ടാവില്ല അല്ലേ? സുരേഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരാളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവർക്കൊരു ഒരു സഹായം എത്തിക്കേണ്ടതായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളൊരു മാസ്റ്റർ ഡേറ്റ റിസർവ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇമെയിൽ അഡ്രസ്സ് വേണം, അതുവഴിയാണ് ആളെ വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. നെയിം വേണം, മൊബൈൽ നമ്പർ വേണം, അതുപോലെ തന്നെ അവരുടെ ലൊക്കേഷൻ പാലക്കാടാണോ കണ്ണൂരാണോ കാസർഗോഡാണോ ഇപ്പം ജിദ്ദയിലാണോ സിംഗപ്പൂരാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക്. അപ്പൊ ഇപ്പൊ സിംഗപ്പൂരാണെന്നിരിക്കട്ടെ, നമുക്ക് നാളെ ഒരു ബിസിനസ് എക്സ്പോ വരുവാണെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാലോ ഇങ്ങനെ നമ്മുടെ ഒരു ഡെലിഗേറ്റ്സ് വരുന്നുണ്ട്, സഹായം വേണം. ഇപ്പൊ എത്യോപ്യയിലാണ്, ആഫ്രിക്കൻ രാജ്യത്തുള്ള മലയാളികളും ചിലർ നമ്മുടെ ഇതിൽ കയറാറുണ്ട്. അപ്പൊ നമുക്ക് എത്യോപ്യയിലാണ് നമ്മൾ പോകുന്നത്, അവിടെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാമല്ലോ. പിന്നെ അവരുടെ ജോലി എന്താണ്, നമുക്ക് ഇവിടെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ബിസിനസ് ആണോ എംപ്ലോയി ആണോ അതോ മറ്റെന്തെങ്കിലും മേഖലയിലുള്ള ജോലിയാണോ, അല്ല മറ്റെന്തെങ്കിലും ആണ്, വേറെ എന്തെങ്കിലും ജോലിയാണെങ്കിൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യണം എന്നതാ ജോലി എന്ന് അറിയാനായിട്ട്. കാരണം എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, വ്യക്തിപരമായിട്ട് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്ക് 10,000 പേരെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം ഫേസ് എപ്പോഴും ഓർത്തിരിക്കും. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇതാണ് എന്നെ സഹായിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ലൈഫ് ലൈനിൽ ഏതെങ്കിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഏത് പ്രോഗ്രാമാണ് അവർ ചെയ്തിട്ടുള്ളത്? വിച്ച് പ്രോഗ്രാം? ഈ പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്ന വർക്ക്ഷോപ്പാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം അല്ല, സൂം മീറ്റിംഗ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഏത് മീറ്റിംഗ് ആണോ വേണ്ടത്? മെഡിറ്റേഷൻ ആണോ വേണ്ടത്? മെഡിറ്റേഷൻ മാത്രം മതിയോ? അതോ മൈൻഡ് മാസ്റ്ററി ആണോ വേണ്ടത്? അതോ ബിസിനസ് മീറ്റ് ആണോ വേണ്ടത് എന്നുള്ളത് നമുക്ക്. അപ്പൊ ഇത് ഞാൻ ലിങ്ക് ആയിട്ട് നാളെ തരാൻ പറയാം. ഇപ്പൊ എനിക്ക് തോന്നുന്ന കുറെ പേര് ഫില്ല് ചെയ്തിട്ടിട്ടുണ്ട്. ഒന്നും കൂടെ ഫില്ല് ചെയ്തിട്ടിരിക്കുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇതായിരിക്കും. അപ്പൊ നമുക്കൊരു എപ്പോ വേണേലും പ്ലേസ് വെച്ച് സെർച്ച് ചെയ്യാം. സുരേഷ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പ്ലേസ് വെച്ച് സെർച്ച് ചെയ്യാം, അവരുടെ ബിസിനസ് വെച്ച് സെർച്ച് ചെയ്യാം, നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാം. എങ്ങനെ വേണേലും നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബിസിനസ്സുകാർക്ക് മാത്രമായിട്ട് കൂടി കാണുന്ന ഒരു സംഭവമുണ്ട്. നാളെ നമുക്കൊരു ഇത് ചെയ്യുകയാണ്, ഇലക്ട്രോണിക് ബിസിനസ്സിലെ ഒരു നല്ലൊരാളെ കിട്ടുകയാണ്. അപ്പം ഇലക്ട്രോണിക്സ് ബിസിനസ് ഉള്ളവരെ മാത്രം നമുക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? ടൈപ്പ് ചെയ്ത് ഇത് നിങ്ങൾ ഈ ഫോം നിങ്ങൾക്ക് അയച്ചു തരും. ഒന്നുകൂടെ ചെയ്യണം, ഒന്നുകൂടെ ചെയ്യണം. എനിക്ക് വേണ്ടുന്ന ഫുൾ ഡീറ്റെയിൽസ് ഇല്ല. നോക്കിയപ്പോഴാണ് എനിക്ക് ഒരു സംശയം സാറേ. ഒരു സംശയം സാറേ ഇന്നലെ പറഞ്ഞായിരുന്നു സൂം മീറ്റിങ്ങിന് വേണ്ടിട്ട് വേറൊരു ജിമെയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ആ ഉണ്ടാക്കിയ മെയിലാണ് സാറിന് ഇപ്പൊ അതില് നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ല, എനിക്ക് തരുന്നത് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇട്ടോളൂ. എനിക്ക് തരുന്നത് അതെ, എനിക്ക് തരുന്നത് നിങ്ങൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനകത്ത് എന്തിനകത്ത് വന്നാലും നിങ്ങൾ ഒരു ഡമ്മി മെയിലാണ് ഉപയോഗിക്കുന്നത്. നല്ലതാണ്, ഡമ്മി മെയിൽ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
ഓക്കെ. പക്ഷെ എനിക്ക് തരുന്നത് നിങ്ങൾ എപ്പോഴും കാണുന്ന മെയിൽ തന്നെ ഇടണം. സർ ഫോട്ടോ ഇടാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ സർ. ഫോട്ടോ സ്റ്റിക്ക് ചെയ്യാൻ പറ്റത്തില്ല സുരേഷ്. ഒരു പ്രൊഫൈൽ ഫോട്ടോ സ്റ്റിക്ക് ചെയ്യാനുള്ള സ്ഥലം അത് ചെയ്യാം. ഞാനത് സംസാരിച്ചിട്ടുണ്ട്. നാളെ നിങ്ങൾക്ക് തരുന്ന ഫോമിനകത്ത് ആ ഫെസിലിറ്റി കൂടെ ഉണ്ടാകും കേട്ടോ. ഹലോ സാർ, അല്ല നാളെ ആയിരിക്കും നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നത്. ഫോർവേഡ് ചെയ്യുമ്പോൾ ആ ഫെസിലിറ്റി എല്ലാം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. കേൾക്കുന്നില്ല സാർ. ഇന്ന് രണ്ട് ഫോം തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഒരു ഫോമും മൂന്നാമത്തെ ഫോമും കൂടെ വീണ്ടും. ഒരു കാര്യം ചെയ്യാം നിങ്ങൾ അത് വെക്കണ്ട. നാളെ ഫൈനലൈസ് ചെയ്തൊരു ഫോം ഇടാം. നാളെ ചെയ്താൽ മതി. ലിങ്ക് അയച്ചു തരുമായിരിക്കും. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ. എനിക്ക് തോന്നുന്നത് ഗസ്റ്റ് പോയ കൂടെ കുറെ ആൾക്കാർ പോയിട്ടുണ്ട്. അവര് കേട്ടിട്ടില്ല. അടുത്ത് വരുമ്പോൾ ഓക്കെ. നമുക്ക് സ്വല്പം റെസ്റ്റ് എടുത്തോളൂ. ഒരു മണിക്കൂർ കൂടുതൽ കഴിഞ്ഞല്ലോ. കാണാം. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.